ഹലോ, സ്ക്രീൻ വിസിബിൾ അല്ലേ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യോ? ഓക്കെ. വോയിസും കുഴപ്പമൊന്നുമില്ലല്ലോ? എൻ്റെ വീട്ടിലല്ല, അതുകൊണ്ട് എനിക്കറിയില്ല. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങിയാലോ? അപ്പം ഇന്ന് ടോർട്ടാണ്. ടോർട്ടിൻ്റെ ഒരു ഇൻട്രോ ക്ലാസ് കഴിഞ്ഞതല്ലേ? അപ്പം നിങ്ങൾക്കൊരു ചെറിയൊരു ഐഡിയ ഉണ്ടാവും ടോർട്ട് എന്താന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, തുടങ്ങാല്ലേ? ടോർട്ട് എന്ന് വെച്ചാൽ ഒരു സിവിൽ റോങ് ആണ്. ടോർട്ട് ഒരു ക്രിമിനൽ റോങ്ങോ അല്ലെങ്കിൽ കോൺട്രാക്റ്റിന്റെ ബ്രീച്ചോ ട്രസ്റ്റിന്റെ ബ്രീച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല, ഒരു സിവിൽ റോങ് ആണ്. ഇത് ഇൻഡിവിജ്വൽസിന്റെ റൈറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒന്നാണ്. ഇതിന്റെ റെമഡി എന്ന് പറയുന്നത് മെയിൻലി അൺലിക്വിഡേറ്റഡ് ഡാമേജസ് ആണ്. എന്തുകൊണ്ടാണ് അൺലിക്വിഡേറ്റഡ് ഡാമേജസ് പറയുന്നത്? ഇത് ആരും അളന്നിട്ടില്ല, ഇതുവരെ അളന്നിട്ടില്ല. കോടതിയാണ് കേസ് വരുമ്പോൾ ഡിസൈഡ് ചെയ്യുക ഇതെങ്ങനെ എത്ര മാത്രം അളന്ന് തിട്ടപ്പെടുത്താത്തതെന്നാണ് നമ്മൾ ഈ അൺലിക്വിഡേറ്റഡ് എന്ന് പറയുന്ന വേർഡിനോട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ. മെയിൻലി നമ്മൾ അൺലിക്വിഡേറ്റഡ് ഡാമേജസിന് വേണ്ടിയിട്ടാണ് സൂട്ട് ഫയൽ ചെയ്യുക. നമ്മുടെ റെമഡിയിൽ നമുക്ക് വേണ്ട റെമഡി അൺലിക്വിഡേറ്റഡ് ഡാമേജസ് ആയിരിക്കണം. ഫസ്റ്റ് പ്രയോറിറ്റി അതായിരിക്കണം. സെക്കൻഡ് പ്രയോറിറ്റി ആണ് അതെങ്കിൽ ടോർട്ട് നിലനിൽക്കില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. നമ്മുടെ മേജർ റെമഡി അൺലിക്വിഡേറ്റഡ് ഡാമേജസ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ടോർട്ടിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കോമ്പൻസേഷൻ ആണ്. കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ ഡാമേജ് ആണോ ഡാമേജസ് ആണോ കോമ്പൻസേഷൻ? അൺമ്യൂട്ട് ചെയ്ത് പറ. ഡാമേജ് ആണോ ഡാമേജസ് ആണോ? ഏതാ കോമ്പൻസേഷൻ? കേൾക്കുന്നില്ലേ? ചാറ്റിലിട്ടാ ഞാൻ അറിയില്ല കേട്ടോ. ആരെങ്കിലും പറ. ഡാമേജ് ആണോ ഡാമേജസ് ആണോ കോമ്പൻസേഷൻ എന്ന് പറയുന്നത്? എന്താണ് ലീഗൽ ടേം? ആർക്കറിയില്ല? ഡാമേജസ്, അതെ, കറക്റ്റ് ആണ്. ഡാമേജസ് ആണ്. ഡാമേജ് എന്ന് പറഞ്ഞാൽ അതൊരു ഇഞ്ചുറി ആണ്. ഡാമേജസ് ആണ് നമ്മൾ ടോട്ടലി ഡീൽ ചെയ്യുന്നത്. അപ്പൊ അതിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം, അതിലൊരു എസ് ഉണ്ടോ? എസ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഡി ഓപ്ഷനിലേക്കും ഡാമേജസ് കിടക്കാം. എ ആയിട്ട് ഓപ്ഷൻ ഡാമേജ് ആയിരിക്കും. നിങ്ങൾ പെട്ടെന്ന് ഈസി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ് നേരെ ഡാമേജ് പോയി ക്ലിക്ക് ചെയ്താൽ നെഗറ്റീവ് കിട്ടും. ഓക്കെ, അതിൽ കാണാം ഡിറ്ററൻസ്. ഡിറ്ററൻസ് എന്ന് പറഞ്ഞാൽ എന്താ? an eye for an eye. എന്നെ അവൻ തല്ലി, ഞാൻ തിരിച്ചു തല്ലി എന്നല്ലേ നമ്മൾ പറയും? അല്ല, കോമ്പൻസേഷൻ കൊടുക്കുമ്പോൾ നമ്മളൊരു കാര്യം ചെയ്താൽ നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും എന്നൊരു തോന്നൽ കാരണം നമ്മളൊരു ഇല്ലീഗൽ ആയിട്ടുള്ള ആക്ട് ചെയ്യാതിരിക്കുകയാണ്. അതിനാണ് നമ്മൾ ഡിറ്ററൻസ് എന്ന് പറയുക. ബാക്കിയുള്ളവരും കൂടെ അതേ ആക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സംഭവമാണ് ഡിറ്ററൻസ്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിഫെൻസസ് ഓർ എക്സെപ്ഷൻസ് ഇൻ ടോർട്ട് ലോ. എന്താണ് ജനറൽ ഡിഫെൻസസ് എന്നാ പറയാ. ജനറൽ ഡിഫെൻസസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഓർത്തിരിക്കാനാണെങ്കിൽ ഡിഫെൻഡന്റ്, നമ്മുടെ ടോർട്ടിലെ പാർട്ടീസ് പ്ലെയിന്റിഫും ഡിഫെൻഡന്റും ആണ് അല്ലെ? ഡിഫെൻഡന്റിനെ, അപ്പോൾ ജനറൽ ഡിഫെൻസ് എന്ന് പറഞ്ഞാൽ ഡിഫെൻഡന്റിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിഫെൻസസ് ആണ് ജനറൽ ഡിഫെൻസസ്. ഡിഫെൻഡന്റിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനം. ഈ നമ്മൾ ഈ എക്സെപ്ഷൻസിലൂടെ പോകുമ്പോൾ അല്ലെങ്കിൽ ഡിഫെൻസസിലൂടെ പോകുമ്പോൾ നമ്മൾ ഡിഫെൻഡന്റിന്റെ ഭാഗത്തു നിന്ന് വേണം ചിന്തിക്കാൻ. നിങ്ങൾ പ്ലെയിന്റിഫിന്റെ ഭാഗത്തു നിന്ന് ചിന്തിച്ചാൽ ഫുള്ള് കുഴഞ്ഞു പോകും. ഡിഫെൻസസ് നമ്മുടെ ലൈബിലിറ്റി, ചില ഡിഫെൻസസ് നമ്മുടെ ലൈബിലിറ്റി മൊത്തത്തിൽ ഇല്ലാതാക്കും, ചിലത് പാർഷ്യലി റെഡ്യൂസ് ചെയ്യുള്ളൂ. പാർഷ്യലി റെഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കോൺട്രിബ്യൂട്ടറി നെഗ്ലിജൻസ് നിങ്ങൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. കോൺട്രിബ്യൂട്ടറി നെഗ്ലിജൻസ് എന്ന് പറഞ്ഞാൽ പ്ലെയിന്റിഫിന്റെ ഭാഗത്തുനിന്നും കൂടി ഒരു തെറ്റുണ്ട്, അതുകൊണ്ടാണ് അയാൾക്ക് നഷ്ടം വന്നത്. അപ്പൊ ഡിഫെൻഡന്റ് ലയബിൾ ആണ്, പക്ഷേ പ്ലെയിന്റിഫും കൂടെ ലയബിൾ ആണ്. പക്ഷേ ഇവിടെ ഡിഫെൻഡന്റിന്റെ ലയബിലിറ്റി ഒന്ന് കുറയുന്നുണ്ട്. അയാൾ ചിലപ്പോൾ 50% മാത്രം ഡാമേജസ് കൊടുത്താൽ മതിയാവും, കാരണം പ്ലെയിന്റിഫ് ഇസ് ഓൾസോ ലയബിൾ, അല്ലെങ്കിൽ അയാളുടെ ഭാഗത്ത് ഒരു തെറ്റുണ്ടായിരുന്നു, അതുകൊണ്ടാണ് പ്ലെയിന്റിഫിന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്. അപ്പൊ അതിനാണ് അവിടെ ഒരു പാർഷ്യലി
ആ ഒരു ലയബിലിറ്റി കുറയാണ്. ആർക്ക്? ഡിഫൻഡന്റിന്. ഇനി വോളണ്ടറി നോൺ ഫിറ്റ് ഇൻജൂറിയ, ഇതിനെ കൺസെന്റ് എന്നുകൂടി പറയുന്നുണ്ട് അല്ലേ. വോളണ്ടറി നോൺ ഫിറ്റ് ഇൻജൂറിയ, വോളണ്ടറി എന്ന് പറയുമ്പോൾ വോളണ്ടറിലി എന്ന് നിങ്ങൾ ചിന്തിക്കണം. വോളണ്ടറിലി ഒരാൾ സമ്മതം കൊടുത്തിട്ട് അയാൾക്കൊരു എന്താ പറയാ, നമ്മുടെ റൈറ്റ് വേണ്ടാന്ന് വയ്ക്കുക, എന്നിട്ട് വേറെ ഒരാൾ എൻ്റെ റൈറ്റ് വയലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ശരിയാവോ? എനിക്ക് ആ റൈറ്റ് വേണ്ട എന്ന് പറഞ്ഞു, എന്നിട്ട് വേറെ ഒരാൾ ആ റൈറ്റ് ഞാൻ വേണ്ടാന്ന് വെച്ച റൈറ്റ് വയലേറ്റ് ചെയ്തു, എന്നിട്ട് ഞാൻ പോയി കേസ് കൊടുത്താ പറ്റുമോ? എനിക്ക് കംപ്ലൈന്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇതിനിപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഫേമസ് കേസ് ഉണ്ട്, ഹോൾ വേഴ്സസ് ബ്രൂക്ക്ലാൻഡ്സ് ഓട്ടോ റേസിംഗ് ക്ലബ്. അതിലെന്താന്ന് വെച്ചാൽ ഒരു കാർ റേസ് നടക്കുകയായിരുന്നു. അപ്പൊ ഈ പ്ലെയിൻറ്റിഫ് ഈ റേസ് കാണാൻ വന്നതാണ്. കാർ റേസ് ഓർക്കണം, ഫ്രണ്ട് റോയിൽ തന്നെ പോയിരുന്നു. ഞാൻ വലിയ ധൈര്യശാലിയാണെന്നുള്ള രീതിയിൽ ഫ്രണ്ട് റോയിൽ തന്നെ പോയിരുന്നു. കാറ് എന്തോ ഇടിച്ച് എന്തോ കൺട്രോൾ പോയിട്ട് ഇയാളെ പോയി ഇടിച്ചു, ഇയാൾക്ക് ഇഞ്ചുറി പറ്റി. ഫ്രണ്ട് റോയിൽ പോയിരിക്കുമ്പോ ഇയാള് ഏതൊരു ബോധമുള്ള ആളും ചെറിയൊരു പേടിയൊക്കെ ഉണ്ടാവും, ഇതെങ്ങാനും കുറച്ച് ഇങ്ങോട്ടേറ്റം തട്ടിപ്പോയാൽ നമുക്ക് അപകടമാണെന്ന് അറിയാം. ഇയാൾക്ക് അങ്ങനെ ഒരു അറിവുണ്ടായിട്ട് കൂടി അയാൾ ഫ്രണ്ടിൽ തന്നെ പോയിരുന്നു. ഇൻസ്ട്രക്ഷൻസ് ഒന്നും നോക്കാൻ അയാൾ ഫ്രണ്ടിൽ തന്നെ പോയിരുന്നു, അയാൾക്ക് പരിക്ക് പറ്റി. എന്നിട്ട് അയാൾ പറയാണ് ഇവര് നെഗ്ലിജന്റ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ പറ്റുമോ? ഇല്ല. അയാൾക്ക് ഡിഫൻഡന്റ് ഏത് ഡിഫൻസ് എടുക്കും? വോളണ്ടറി നോൺ ഫിറ്റ് ഇൻജൂറി എന്ന് പറയുന്ന ഡിഫൻസ് എടുക്കും. ഈ പ്ലെയിൻറ്റിഫ് അയാളുടെ റൈറ്റ് വേണ്ടാന്ന് വെച്ചിട്ടാണ് മുന്നിൽ പോയിരുന്നത്. അപ്പൊ പിന്നെ ഡിഫൻഡന്റിനോട് പറയാൻ പാടില്ല. ഇയാൾ എന്നെ വേണ്ടെന്ന് വെച്ചാൽ ഇയാൾ എന്നെ പോയി, ഇയാൾ എന്നെ ഇതൊക്കെ അറിഞ്ഞിട്ട് പോയി മുന്നിലിരുന്നതാണ്, എന്നിട്ട് ഇയാൾക്ക് പരിക്ക് പറ്റിയിട്ട് പിന്നെയും കേസ് കൊടുക്കാൻ പറ്റില്ല. ഇതിൽ കുറച്ച് കണ്ടീഷൻസ് വരുന്നുണ്ട്. അതിൽ ഫ്രീ കൺസെന്റ് ആയിരിക്കണം. ഈ കൺസെന്റ് ഇയാൾ മുന്നിൽ ഇരുന്നത് വേറെ ആരുടെയും നിർബന്ധ പ്രകാരമല്ല, ഇയാള് സ്വമേധയാ പോയിരുന്നതാണ്, വേറെ ആരെയും ഭീഷണിപ്പെടുത്തിയിട്ട് പോയിരുന്നതല്ല. അതിനാണ് നമ്മൾ കൊയോഷൻ എന്ന് പറയുന്നത്. ഒരാൾ ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ സമ്മർദ്ദം മൂലം അങ്ങനെ എന്തെങ്കിലും ഫ്രോഡോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ട് മുന്നിൽ പോയി ഇരുത്തിയതല്ല. ഇയാൾക്ക് നല്ല അറിവുണ്ട്, ഫുൾ നോളജ് ഓഫ് റിസ്ക്. ഈ എന്തായാലും എങ്ങനെങ്കിലും ചാൻസ് ഉണ്ടെന്ന് ഇയാൾക്ക് അറിയാം, എന്നിട്ടും പോയി മുന്നിൽ ഇരുന്നതാണ്. അപ്പൊ അയാളുടെ തന്നെ തെറ്റാണ്. എന്നിട്ട് വോളണ്ടറിലി അക്സെപ്റ്റ് ചെയ്യുന്നത്. കൺസെന്റ് ടു റിസ്ക് ഇസ് നോട്ട് കൺസെന്റ് ടു നെഗ്ലിജൻസ്. പിന്നെ പറയുന്ന ഒരു പോയിന്റ് ആണ് മിയർ നോളജ് ഇസ് നോട്ട് ഇനഫ്. ഇതില് അറിവ് മാത്രം ഉണ്ടായാൽ പോരാ. ഇതൊരു കേസ് സ്മിത്ത് വേഴ്സസ് ബേക്കർ എന്ന് പറഞ്ഞൊരു കേസാണ്. അതിലെനിക്ക് ഒരാള് മറ്റേ ഈ പാറ പൊട്ടിക്കുന്നയോ അങ്ങനെ എന്തോ ഒരു സ്ഥലത്ത് പണിയെടുക്കുകയാണ്. അപ്പൊ ഒരു ക്രെയിനിൽ ഇവര് ഒരു സ്ഥലത്തുനിന്ന് ഈ കല്ലൊക്കെ എടുത്തിട്ട് അപ്പുറത്തെ സ്ഥലത്തിലേക്ക് ഇങ്ങനെ മാറ്റുന്നുണ്ട്. ഇതിന്റെ ചോട്ടിൽ നിന്നിട്ടാണ് ഈ പ്ലെയിൻറ്റിഫ് പണിയെടുക്കുന്നത്. അപ്പോ പക്ഷെ അവിടെ വേറെ ഒരാൾക്ക് ഒരു ഡ്യൂട്ടി കൊടുത്തിരുന്നു. ഇത് ഓരോ തവണ ഇത് ഇയാളുടെ തലേന്റെ മുകളിൽ കൂടെ പോകുമ്പം ഈ താഴെ നിൽക്കുന്ന പ്ലെയിൻറ്റിഫിനോട് പറയണം ഇത് പോകുന്നുണ്ട് ശ്രദ്ധിക്കണം എന്ന്. ഈ പ്ലെയിൻറ്റിഫിന് അറിയാം ഇത് ഇയാളെ തലയിൽ വീഴുന്നു, പക്ഷെ ഇയാൾക്ക് പണിയെടുത്തേ മതിയാവുള്ളൂ. പക്ഷെ ഈ ഡ്യൂട്ടി ഏൽപ്പിച്ച ആള് എന്തോ നെഗ്ലിജന്റ് ആയിരുന്നോ അങ്ങനെ എന്തോ സംഭവിച്ചിട്ട് ഇയാളുടെ തലയിൽ പോയി വീണതാണ്. എന്നിട്ട് എനിക്കറിയത് കുറച്ച് കുഴഞ്ഞു കിടക്കുകയാണ്. എന്നിട്ട് അവർക്ക് ഈ പ്ലെയിൻറ്റിഫ് ഇതിന്റെ താഴെ നിന്ന് പണിയെടുക്കുമ്പം അയാളുടെ തലയിൽ വീണോട്ടെ എന്നുള്ള ഒരു കൺസെന്റ് കൊടുത്തിട്ടുണ്ട് എന്ന് പറയാൻ പറ്റില്ല. അതൊരു എക്സെപ്ഷൻ ആണ്. ഈ വോളണ്ടറി നോൺ ഫിറ്റ് ഇൻജൂറിയന്റെ എന്ന് പറയുന്ന എക്സെപ്ഷന്റെ ഒരു എക്സെപ്ഷൻ ആണ് സ്മിത്ത് വേഴ്സസ് ബേക്കർ എന്ന് പറയുന്നത്. നിങ്ങൾ എക്സെപ്ഷൻ ആയിട്ട് പഠിച്ചാൽ മതി, കഥയൊന്നും ആരും ചോദിക്കാൻ പോകുന്നില്ല. ഇനി ആക്ട് ഓഫ് ഗോഡ്. ആക്ട് ഓഫ് ഗോഡ് ഏത് ദൈവമാണോ? ദൈവമാണോ അവിടെ? ആക്ട് ഓഫ് ഗോഡ്, ആക്ട് ഓഫ് ഗോഡ് ഓർ വിസ് നേച്ചർ എന്ന് പറയും. അവിടെ ആക്ട് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ദൈവമൊന്നുമല്ല, അതൊരു നാച്ചുറൽ ഫോഴ്സ് ആണ്. അത് ഒരു എക്സ്ട്രാ ഓർഡിനറി നാച്ചുറൽ ഫോഴ്സ് കാരണം ഒരു ഡാമേജ് സംഭവിക്കണം. സാധാ ഒരു ലൈറ്റിനിങ്ങോ ഒരു സാധാ ഒരു മഴയോ ഇതോ കാരണം ഉണ്ടാവുന്ന ഒരു ഡാമേജ് അല്ല, അല്ലാതെ ഉള്ളതും ഇതായിരിക്കണം. പിന്നെ വരുന്നതാണ്
ഇന്നെവിറ്റബിൾ ആക്സിഡന്റ്. ഇന്നെവിറ്റബിൾ എന്ന് പറഞ്ഞാൽ അൺഅവോയ്ഡബിൾ, നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തത്, ഒരു അൺഎക്സ്പെക്റ്റഡ് ഇവന്റ് ആയിരിക്കണം. എനിക്ക് ഒട്ടും മുൻകൂട്ടി കാണാൻ പറ്റാത്ത, ഞാൻ ഓർഡിനറി കെയർ ആൻഡ് കോഷൻ എടുത്തിട്ടും എനിക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റാതിരുന്ന ഒരു സംഭവമായിരിക്കണം. ആക്സിഡന്റ് ആണ് അത്, മുൻകൂട്ടി കണ്ട് പ്രിവെന്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ആക്സിഡന്റ്, അതിനാണ് നമ്മൾ ഇന്നെവിറ്റബിൾ ആക്സിഡന്റ് എന്ന് പറയുക. അത് നെഗ്ലിജൻസ് കൊണ്ടോ മിസ്കണ്ടക്ട് കൊണ്ടോ ഉണ്ടാവുന്നതല്ല. ഞാൻ എൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ കാര്യവും ചെയ്തിട്ടുണ്ട്, എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്, എന്നിട്ടും അത് നടന്നുപോയി. അപ്പൊ നിങ്ങൾ അത് എൻ്റെ തലയിൽ ഇടരുത് എന്നാണ് ഡിഫൻഡന്റ് ഇവിടെ പറയുന്നത്. ഡിഫൻഡന്റ് എല്ലാ സാധാരണ ഉള്ള ഒരു നോർമൽ ഓർഡിനറി കെയർ ആൻഡ് കോഷൻ എടുത്തിട്ടും അയാൾക്ക് ആ ഒരു സംഭവം തടയാൻ പറ്റിയില്ല, എന്നിട്ടും നിങ്ങൾ ഡിഫൻഡന്റിന് ലൈബിൾ ആക്കരുത് എന്നാണ് ഡിഫൻഡന്റ് ഇവിടെ പറയുന്നത്. അവിടെ റീസണബിൾ കെയർ ഉണ്ടായിരിക്കണം കേട്ടോ. ഡിഫൻഡന്റ് നെഗ്ലിജന്റ് ആണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഹി വിൽ ബി ലയബിൾ. അപ്പൊ ഈ ആക്ട് ഓഫ് ഗോഡും ഇന്നവിറ്റബിൾ ആക്സിഡന്റും ഒരേപോലെ തോന്നാം, എന്നുവെച്ചാൽ അവിടെയും ഒരു നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റാത്തതാണ് ഇവിടെയും. പക്ഷെ ആക്ട് ഓഫ് ഗോഡിൽ നാച്ചുറൽ ഫോഴ്സസ് ആണ്, മനുഷ്യന്റെ ഒരു ഇടപാടും അവിടെ വരുന്നില്ല, മനുഷ്യൻ ഒന്നിലും അതിൽ ഇടപെടുന്നില്ല. ആക്ട് ഓഫ് ഗോഡ് എന്ന് പറയുമ്പോൾ അത് ഓർത്താൽ മതി. ഇന്നെവിറ്റബിൾ ആക്സിഡന്റ് മനുഷ്യന്റെ പ്രവൃത്തി ആവാം, ആ ഒരു ഡിഫറൻസ് ഓർത്താൽ മതി. പിന്നെയാണ് പ്രൈവറ്റ് ഡിഫൻസ്. എന്താണ് പ്രൈവറ്റ് ഡിഫൻസ്? ഇതിനു മുൻപ് നിങ്ങൾ എന്തായാലും കേട്ടിട്ടുള്ള ഒരു വാക്കായിരിക്കും പ്രൈവറ്റ് ഡിഫൻസ്. അവൻ എന്നെ തല്ലാൻ വന്നപ്പം ഞാൻ ഒരു ചുറ്റിക എടുത്ത് അവന്റെ തല തല്ലി പൊളിച്ചു, അത് പ്രൈവറ്റ് ഡിഫൻസ് ആണോ? അവൻ എന്നെ വെറുതെ ഒന്ന് ഷോൾഡറിൽ തട്ടിയിട്ടേ ഉള്ളൂ, പക്ഷെ എനിക്കത് തീരെ സഹിച്ചില്ല, ഞാൻ ഒരു ചുറ്റിക എടുത്ത് അവന്റെ തലയ്ക്ക് അടിച്ചു പൊട്ടിച്ചു, അത്രയേ ചെയ്തുള്ളൂ. അത് പറ്റുമോ? അത് പ്രൈവറ്റ് ഡിഫൻസ് ആണോ? അതിലെന്തോ ഒരു കുഴപ്പമില്ലേ? അവിടുന്ന് വന്ന അതേ അളവിലാണോ ഞാൻ പ്രതികരിച്ചത്? എന്നെ ചെറുതായിട്ടൊന്ന് തട്ടിയിട്ടേ ഉള്ളൂ, ഞാൻ ചുറ്റി കൊണ്ട് അടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ഇല്ല, അവിടെ ഞാൻ ചുറ്റി കൊണ്ട് അടിക്കാൻ മാത്രമുള്ള പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. റീസണബിൾ ആയിരിക്കണം നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഒരാളെ അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ച് അറ്റാക്ക് ചെയ്യാനുള്ള ഒരു അവകാശമുണ്ട്, പക്ഷെ അത് റീസണബിൾ ആയിരിക്കണം. ഒരു പരിധി മറികടക്കാൻ പാടില്ല. അതുപോലെ തന്നെ അത് റിയലും ഇമ്മിനന്റും ആയിരിക്കണം. എന്ന് വെച്ചാൽ ഇപ്പം ഒരാളെന്നെ ഗണ്ണും പിടിച്ച് എൻ്റെ മുന്നിൽ വന്ന് നിന്ന് എന്നെ ഷൂട്ട് ചെയ്യാൻ നോക്കാണ്, അല്ലാതെ ഏതോ ഒരു 5 വർഷം മുന്നേ ഇയാള് എന്നോട് എന്താ പറയാ, എന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു, നിന്നെ ഞാൻ കൊല്ലുന്നും പറഞ്ഞിട്ട്. അതൊക്കെ കഴിഞ്ഞ് അയാളും വേറെ എവിടെയോ പോയി ജീവിച്ച് 5 വർഷമൊക്കെ കഴിഞ്ഞ് ഇയാളിത് മറന്നിരിക്കുമ്പോ ഞാനിപ്പോഴും അത് ഓർത്തിരിക്കുക. എന്നിട്ട് ഇയാൾ അന്ന് എന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നും വിചാരിച്ചിട്ട് ഞാൻ ഇന്ന് പോയിട്ട് അയാളെ കൊന്ന എന്താ സ്ഥിതി? പറ്റുമോ? ഇല്ല. അത് എന്നോ കഴിഞ്ഞൊരു കാര്യമാണ്. എന്നോ കഴിഞ്ഞ ഒരു കാര്യത്തിന് ഇന്ന് എനിക്ക് പ്രൈവറ്റ് ഡിഫൻസ് എടുക്കാൻ പറ്റില്ല. അത് പ്രൈവറ്റ് ഡിഫൻസ് അല്ല. മനസ്സിലാവുണ്ടോ? പിന്നെ അത് പ്രതികാരം തീർക്കാനുള്ളതും ആവരുത് കേട്ടോ. നമുക്ക് ശരിക്കും അവിടെ ഒരു ഡേഞ്ചർ നമ്മുടെ എഗെയിൻസ്റ്റ് ഉണ്ടായിരിക്കണം. അപ്പം അതേ ഒരു ഡിഗ്രിയിൽ ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യുന്ന ഒരു സംഭവമായിരിക്കണം പ്രൈവറ്റ് ഡിഫൻസ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റിഫിക്കേഷൻ ഒന്നും എടുക്കാൻ പറ്റില്ല. ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? അതെല്ലാം മനസ്സിലായി. നെസസിറ്റി. എന്താണ് നെസസിറ്റി? നെസസിറ്റീന്റെ അർത്ഥം അറിയാത്ത ആരും ഇവിടെ ഉണ്ടാവില്ല അല്ലേ? എന്നാൽ ഇവിടെ ടോട്ടല് നെസസിറ്റി എന്ന് പറഞ്ഞാൽ വലിയൊരു ദുരന്തം ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ചെറിയൊരു തെറ്റ് ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. വലിയൊരു സംഭവം ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ചെറിയൊരു തെറ്റ് ചെയ്തു. അങ്ങനെയാണ് നമ്മൾ നെസസിറ്റി എന്ന് പറയാം. നെസസിറ്റി ഹാസ് നോ ലോ എന്നൊക്കെയാണ് പറയാം. അല്ലെങ്കിൽ ഒരുപാട് പേരെ അത് ബാധിക്കുന്നതിനെക്കാട്ടും ഒരാളെ കൊന്നാല് എനിക്ക് 100 പേരെ രക്ഷിക്കാം.
അപ്പൊ എനിക്ക് ഒരാളെ കൊല്ലേണ്ടി വന്നു. ഒരാളെ കൊല്ലുന്നത് ശരിയല്ല, പക്ഷെ 100 പേരെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഒരാളെ കൊല്ലാന്ന് പറയുമ്പോൾ അതൊരു നെസസിറ്റി ആയിരുന്നു എന്ന് കരുതി ഒരാളെ പോയി കൊല്ലരുത് കേട്ടോ. വേറെ ഏത് എക്സാമ്പിൾ പറഞ്ഞാൽ മതിയായിരുന്നു. സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി. എന്താണ് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി? സ്റ്റാറ്റ്യൂട്ട് എന്ന് വെച്ചാൽ ലോ, ഒരു ആക്ട്, എന്താ പറയുക, അല്ലെങ്കിൽ ഒരു ഓർഡർ, അങ്ങനെയാണ് സ്റ്റാറ്റ്യൂട്ട് എന്ന് പറയാം. അപ്പോൾ ഒരാള് ഒരു സ്റ്റാറ്റ്യൂട്ടിന് അണ്ടറിലുള്ള ഒരു ആക്ട് ചെയ്യുകയാണെങ്കിൽ അത് അയാൾക്ക് കംപ്ലീറ്റ് ഡിഫൻസ് ആണെന്നാ പറയാം. അപ്പുറത്തെ ഒരാൾക്ക് അതിനെ കൊണ്ട് ഇഞ്ചുറി ഉണ്ടായാലും വേറെ റെമഡി ഒന്നും എടുക്കാൻ പറ്റില്ല. കോമ്പൻസേഷൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, ആ സ്റ്റാറ്റ്യൂട്ടിൽ കോമ്പൻസേഷൻ കൊടുക്കാമെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് മാത്രമേ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ റെയിൽവേസിന്റെ കാര്യമൊക്കെ പറയും. റെയിൽവേയില് എങ്ങനെ പറയാ, അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പൊ ഒരു പാലം ഉണ്ടാക്കുമ്പോൾ വർക്ക് നടക്കുമ്പം എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള ഒരു റൈറ്റ് അവിടെ ഡിനൈ ചെയ്യാണ്. പക്ഷേ നമുക്ക് നമ്മുടെ പോവാനുള്ള ആ ഒരു റൈറ്റ് ഡിനൈ ചെയ്തു എന്നും പറഞ്ഞിട്ട് നമുക്ക് പോയി ഇത് എന്താ പറയാ, അങ്ങനെ കംപ്ലൈന്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അതൊരു സ്റ്റാറ്റ്യൂട്ടിന്റെ അണ്ടറിൽ അങ്ങനെ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്. അതിൽ നമുക്ക് പോവാനുള്ള അവകാശം ലംഘിച്ചു എന്നും പറഞ്ഞിട്ടൊന്നും പറ്റില്ല. അത് ആബ്സല്യൂട്ട് ആണ് ആ ഒരു ഡിഫൻസ്. കംപ്ലീറ്റ് ഡിഫൻസ് ആണ് സ്റ്റാറ്റ്യൂട്ടിന്റെ അണ്ടറിൽ ചെയ്യുന്ന ഏതൊരു ആക്ടും. പിന്നെ അതിന് നെഗ്ലിജന്റ് ആണെങ്കിൽ ഇതിൽ ഏതൊരു ഡിഫൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നെഗ്ലിജന്റ് ആവരുത്. ഡിഫൻഡന്റ് നെഗ്ലിജന്റ് ആണെങ്കിൽ ഈ ഡിഫൻസ് ഒന്നും നിൽക്കില്ല. അപ്പം ഡിഫൻഡന്റ് ഒരു പ്രോപ്പർ കെയർ എടുത്തിരിക്കണം, നെഗ്ലിജന്റ് ആവാൻ പാടില്ല. ടോർട്ടില് ഒരാൾക്ക് ആ ഒരു മെന്റൽ എലമെന്റ് ഇല്ല, നമ്മുടെ ഇന്റൻഷൻ നോക്കുന്നില്ല എന്ന് പറയും. കോമ്പൻസേഷൻ ആണ് റെമഡി. ഒരാളെ പണിഷ് ചെയ്യാനല്ല നോക്കുന്നത്, കോമ്പൻസേറ്റ് ചെയ്ത് പോവുകയാണ്. അതെപ്പോഴും ഓർമ്മിച്ച് വെക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ടോർട്ട് എന്ന് പറയുന്ന ഒരു സിവിൽ റോങ് ആണ്. ഇന്റൻഷൻ എന്ന് പറയുന്ന ഒരു സംഭവത്തെ കുറിച്ച് പറയുന്നില്ല. പിന്നെ കോമ്പൻസേഷന് വേണ്ടിയിട്ടാണ്, ഡിഫൻഡന്റിനെ പണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ടോർട്ടില് സ്യൂട്ട് ഫയൽ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ചോദിച്ച് The maxim voluntary non-fit injuria is based on the principle of. ക്വസ്റ്റ്യൻ ആണ്, ആൻസർ പറയണം. അൺമ്യൂട്ട് ചെയ്തോ. യൂട്ടിലിറ്റി, ഇൻഡിവിജ്വൽ ഓട്ടോണമി, നാച്ചുറൽ ജസ്റ്റിസ്. വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചുറിയ എന്ന് വെച്ചാൽ വോളണ്ടറിലി ഒരാൾ കൺസെന്റ് കൊടുത്തിട്ട് അയാൾക്ക് പിന്നെയും എൻ്റെ റൈറ്റ് വയലേറ്റ് ചെയ്തു എന്നും പറഞ്ഞിട്ട് കേസ് കൊടുക്കാൻ പറ്റില്ല. വളണ്ടറിലി. ഓപ്ഷനിൽ വളണ്ടറിലി എന്ന് പറയുന്ന ഒരു ആൻസർ വരുന്ന ഏത് ഓപ്ഷനിലാ? വളണ്ടറിലി. ഓക്കെ, അതിൽ ഒരൊറ്റ ഓപ്ഷൻ അല്ലേ ഉള്ളൂ അങ്ങനെ. ആൻസർ എന്താ? ഒരാൾ പറ. ഓപ്ഷൻ സി. യെസ്, ഓപ്ഷൻ സി ആണ് ആൻസർ. ഇൻഡിവിജ്വൽ ഓട്ടോണമി ആണ് ആൻസർ വരുന്നത് കേട്ടോ. വോളണ്ടറിലി അങ്ങനെ ഓർത്താൽ മതി, ഓർക്കാൻ എളുപ്പമാണ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് an essential of വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചുറിയ? വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചുറിയന്റെ എസെൻഷ്യൽസ് അല്ലാത്തത് എന്തൊക്കെയാ? കൺസെന്റ് ഫ്രീ ആയിരിക്കണോ? നോട്ടാണ്, എസെൻഷ്യൽ അല്ലാത്തതാണ്. അപ്പൊ മൂന്നും എസെൻഷ്യൽ ആണ്. അതിൽ എസെൻഷ്യൽ അല്ലാത്ത ഒന്നേ ഏതാ? ഓപ്ഷൻ ഏതാ? അൺമ്യൂട്ട് ചെയ്യ്, ചാറ്റ് ബോക്സിൽ ഇട്ടാ ഞാൻ കാണില്ല. ആരെങ്കിലും പറ, ഈസി ക്വസ്റ്റ്യൻ അല്ലേ. വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചുറിയന്റെ എസെൻഷ്യൽ അല്ലാത്തത്. അപ്പൊ എസെൻഷ്യൽസ് എന്തൊക്കെയാ? വോളണ്ടറിലി ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു, ഫ്രീ കൺസെന്റ് ഉണ്ടായിരുന്നു, വേറെ ഒരാളും
നിർബന്ധിച്ചിട്ടോ പേടിപ്പിച്ചിട്ടോ അങ്ങനെയൊന്നുമല്ല. നോളജ് ഓഫ് റിസ്ക്, അയാൾക്ക് നോളജ് ഉണ്ട്. ആ അപ്പൊ അത് മൂന്നും ക്യാൻസൽ ചെയ്താൽ വരുന്ന ഓപ്ഷൻ ഏതാ? ഡി ആണ്, പ്രസൻസ് ഓഫ് നെഗ്ലിജൻസ്. നെഗ്ലിജൻസ് മൊത്തത്തിൽ പറയാവുന്ന ഒരു സംഭവമാണ് കേട്ടോ. ആൻസർ റൈറ്റ് ആണ്, ഓപ്ഷൻ ഡി, പ്രസൻസ് ഓഫ് നെഗ്ലിജൻസ്. ബാക്കി മൂന്നും ക്യാൻസൽ ചെയ്താൽ കിട്ടുന്ന ഓപ്ഷൻ ഡി. Mere knowledge of risk does not amount to consent was held in. ഞാൻ 2 കേസാണ് ഇതിൽ പറഞ്ഞത്. ഓപ്ഷൻ സി ആണോ? സി ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ആണോ? എ ആണോ? എ എന്താ കാർ റേസ് കാണാൻ പോയതല്ലേ? അവിടെ മിയർ നോളജ് ഓഫ് റിസ്ക് ആണ് വരുന്നത്. അത് വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചുറിന്റെ ഓപ്ഷൻ ബി അല്ലേ വരിക? സ്മിത്ത് വേഴ്സസ് ബേക്കർ, മറ്റേ കല്ല് കൊണ്ടുപോയേ, അതിന്റെ അടിയിൽ നിൽക്കുന്ന ആൾക്ക് ഇയാളുടെ തലയിൽ വീഴാം എന്നുള്ളൊരു നോളജ് ഉണ്ട്, റിസ്ക് ആണെന്ന് അറിയാം, പക്ഷെ അയാൾക്ക് പണിയെടുത്തേ മതിയാവുള്ളൂ എന്ന് കരുതി അയാൾ കൺസെന്റ് കൊടുത്തിട്ടില്ല. അയാളുടെ തലയിൽ വീണോട്ടെ എന്നുള്ള ഒരു കൺസെന്റ് കൊടുത്തിട്ടില്ല. പക്ഷെ അയാൾക്ക് അറിയാം ഇത് വീഴാൻ ചാൻസ് ഉണ്ട്. ഒരു എക്സെപ്ഷൻ എന്ന് പറഞ്ഞ സ്മിത്ത് വേഴ്സസ് ബേക്കർ. ഓക്കെ, നെക്സ്റ്റ്. Voluntary non-fit injury does not apply when risk is voluntarily accepted, consent is obtained by fraud, plaintiff knows the danger, activity is lawful. എന്താ? does not ആണ്. ബി ആണോ? യെസ്, ബി ആണ് ആൻസർ. കൺസെന്റ് ഫ്രോഡിലൂടെ ഒപ്റ്റെയിൻ ചെയ്തതാണെങ്കിൽ വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചുറി അപ്ലൈ ആവില്ല. കൺസെന്റ് ഫ്രീ കൺസെന്റ് ആയിരിക്കണം. വേറെ ഒരാള് ഫ്രോഡ് വഴിയോ അല്ലെങ്കിൽ നിർബന്ധിച്ചിട്ടോ പേടിപ്പിച്ചിട്ടോ അയാള് കൺസെന്റ് കൊടുത്തതാവരുത്. കൺസെന്റ് ഫ്രീ കൺസെന്റ് ആയിരിക്കണം. നെക്സ്റ്റ്. ആക്ട് ഓഫ് ഗോഡ് റെഫേഴ്സ് ടു. ആക്ട് ഓഫ് ഗോഡ് എന്ന് പറയുമ്പം അവിടെ ഒരു ഹ്യൂമൻ എലമെന്റ് ഇല്ല. ഏതെങ്കിലും നാച്ചുറൽ ഇവന്റ് ആണോ ആക്ട് ഓഫ് ഗോഡ്? ഏതെങ്കിലും നാച്ചുറൽ അതൊക്കെ ആക്ട് ഓഫ് ഇതിലെ ഓപ്ഷനിൽ ഏതാ വരിക? ഓപ്ഷൻ എ. എ അല്ല. ഓപ്ഷൻ എ അല്ല. ഓപ്ഷൻ എ എങ്ങനെയാവുക? ഓപ്ഷൻ എ എന്ന് പറയുമ്പോൾ അതൊരു എക്സ്ട്രാ ഓർഡിനറി. ഓപ്ഷൻ ബി ആണ്. ബി ആണ്, സി അല്ല. ബി എന്ന് വെച്ചാൽ ഇവന്റ്സ് ഹ്യൂമൻ ഫോഴ്സ് ആയിട്ട്. ആക്ട് ഓഫ് ഗോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയാ, ഇൻവീറ്റബിൾ ആക്സിഡൻസിനെയൊക്കെ അല്ലേ പറയാ? അപ്പൊ അതൊരു നാച്ചുറൽ ഇവന്റ് ആവില്ലേ? നാച്ചുറൽ ഇവന്റ് ആണ്, പക്ഷെ അതൊരു എന്താ പറയാ എക്സ്ട്രാ ഓർഡിനറി നാച്ചുറൽ ഫോഴ്സ് ആയിരിക്കണം. എക്സ്ട്രാ ഓർഡിനറി, സാധാരണ ഒരു ഇടിമിന്നലോ അങ്ങനെയുള്ളതല്ല, എക്സ്ട്രാ ഓർഡിനറി ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഡിഫൻഡന്റിന് അതൊരു ആക്ട് ഓഫ് ഗോഡ് ആണെന്നുള്ള ഡിഫൻസ് എടുക്കാൻ പറ്റുള്ളൂ. സാധാ ഒരു മിന്നൽ അങ്ങനെയുള്ളതാവരുത്. സാധാരണ ഒരു നാച്ചുറൽ ഇവന്റ് ആവരുത്. ഇനി നാച്ചുറൽ ഇവന്റ് ആവരുത്. എക്സ്ട്രാ ഓർഡിനറി എന്നുള്ള ടേം വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സ്ട്രാ ഓർഡിനറി ആയിരിക്കണം. വല്ലാത്ത ഇതുവരെ 10 വർഷത്തിൽ ഇങ്ങനെ ഒരു പെരുമഴ പെയ്തിട്ടില്ല. അതുകൊണ്ടാണ് വെള്ളത്തിന്റെ കെട്ട് പോയത്. അത്രയും സ്ട്രോങ് ആയിട്ടാണ് ബിൽഡ് ചെയ്തത്. സാധാ മഴ പെയ്താൽ ഒരു കുഴപ്പം ഉണ്ടാവാത്തതാണ്. പക്ഷെ അത്രയും ശക്തമായ മഴ പെയ്തുകൊണ്ടാണ് പൊട്ടിയിട്ട് ഫുള്ള് ഡാമേജ് ഉണ്ടായത്. അപ്പൊ അതൊരു എക്സ്ട്രാ ഓർഡിനറി ആണ്. 10 വർഷത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു മഴ പെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആക്ട് ഓഫ് ഗോഡിൽ പറയാൻ പറ്റും. ഏതെങ്കിലും ഒരു സാധാ മിന്നലോ അങ്ങനെയുള്ളത് പറ്റില്ല. മഴയോ ആകുമ്പം അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ആക്ട് ഓഫ് ഗോഡിൽ വരില്ല.
ആക്സിഡന്റൽ ആക്ട്സ് ബൈ ഹ്യൂമൻ എന്തായാലും വരില്ല. ഓപ്ഷൻ ഡി എന്തായാലും ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നാച്ചുറൽ ഇവന്റ് അല്ല. ഓപ്ഷൻ സി എങ്ങനെയാണ് വരുന്നത്? ഇവന്റ്സ് ഇൻവോൾവിങ് ഹ്യൂമൻ നെഗ്ലിജൻസ്. ഇതിൽ നിങ്ങൾ ഓർക്കണം ആക്ട് ഓഫ് ഗോഡ് ആണ്. അതിൽ ഹ്യൂമൻ നെഗ്ലിജൻസ് ഒന്നും വരില്ല. ഹ്യൂമൻ എന്ന് പറയുന്ന ഹ്യൂമൻ എലമെന്റ് ഇല്ല അതിൽ. മനുഷ്യൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് ഓർത്താൽ മതി. ഗോഡ് എന്ന് പറയുമ്പോൾ എർത്ത്, ആ ഒരു നാച്ചുറൽ ഫോഴ്സ് അങ്ങനെ ഓർത്താൽ മതി. എക്സ്ട്രാ ഓർഡിനറി ആണ് കേട്ടോ, ഓർഡിനറി ഒക്കറൻസ് അല്ല. വിത്തൗട്ട് ഹ്യൂമൻ ഇന്റർവെൻഷൻ, പിന്നെ മുൻകൂട്ടി കണ്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവം കൂടിയാണ്. ഇന്നവിറ്റബിൾ ആക്സിഡന്റ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു മനുഷ്യൻ കാരണമാണ്. പക്ഷെ ആക്ട് ഓഫ് ഗോഡിൽ മനുഷ്യനൊന്നും ചെയ്യുന്നില്ല, മനുഷ്യന് അത് തടയാനുള്ള ഒരു ഇതും ഇല്ല, അങ്ങനെയാണ് പറയാം. വിച്ച് കേസ് ഇസ് അസോസിയേറ്റഡ് വിത്ത് ആക്ട് ഓഫ് ഗോഡ്? കേസ് ഏതാ? കേസിന്റെ പേരൊക്കെ നിങ്ങൾ പഠിച്ചു വരുന്നേ ഉള്ളൂ, അത് പറയാത്തതല്ലേ. കേസ് നിക്കോൾസ് വേഴ്സസ് മാർഷ്ലാൻഡ് ആണ് കേട്ടോ. ബേർഡ് വേഴ്സസ് ഓൾ, നിക്കോൾസ് വേഴ്സസ് മാർഷ്ലാൻഡ് ഈ ഡിഫൻഡന്റ് ഒരു ആർട്ടിഫിഷ്യൽ ലേക്ക് ഉണ്ടാക്കി അയാളുടെ ഭൂമിയിൽ, കുറച്ച് നാച്ചുറൽ സ്ട്രീം ഒക്കെ ഡാം ചെയ്തിട്ട്. അപ്പോൾ ഒരു എക്സ്ട്രാ ഓർഡിനറി ഹെവി റെയിൻഫോൾ വന്നപ്പം ഇതിന്റെ കെട്ടൊക്കെ പൊട്ടിയിട്ട് വെള്ളം താഴോട്ട് പോയിട്ട് പ്ലെയിൻറ്റിഫിന്റെ താഴെ എന്തോ ഉണ്ടായിരുന്നു, അത് നശിച്ചു. 4 ബ്രിഡ്ജ് അടക്കം ഈ വെള്ളം പൊട്ടി വന്നപ്പം ഒക്കെ തകർന്ന് ഫുള്ള് പ്രശ്നമായി. അതൊരു എക്സ്ട്രാ ഓർഡിനറി ഹെവി റെയിൻഫോൾ ആയിരുന്നു, അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചത്. സാധാരണ ഒരു ഇതായിരുന്നില്ല, അണക്കെട്ടല്ല, എന്താ പറയാ, എക്സ്ട്രാ ഓർഡിനറി എന്നുള്ള ഒരു ടേം എന്തായാലും ഓർമ്മിച്ച് വെക്കുക. പിന്നെ മുൻകൂട്ടി കണ്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവം, മനുഷ്യനായിട്ട് തീരെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവം, അതാണ് ആക്ട് ഓഫ് ഗോഡ്. കേസ് വരുന്നത് നിക്കോൾസ് വേഴ്സസ് മാർഷ്ലാൻഡ്. നെക്സ്റ്റ് കേസ്, ഇന്നവിറ്റബിൾ ആക്സിഡന്റ് ഡിഫേഴ്സ് ഫ്രം ആക്ട് ഓഫ് ഗോഡ് ബിക്കോസ്. അയ്യോ, ഞാൻ ആൻസർ പറഞ്ഞൂല്ലേ. ഡിഫറൻസ് എന്താ? ഇന്നവിറ്റബിൾ ആക്സിഡന്റ് ഡിഫേഴ്സ് ഫ്രം ആക്ട് ഓഫ് ഗോഡ് ബിക്കോസ് ഇറ്റ് ഓൾവേസ് ഇൻവോൾവ്സ് നെഗ്ലിജൻസ് ആണോ? നെഗ്ലിജൻസ് ടോട്ടൽ വരുന്നുണ്ടോ ഡിഫൻസ് ആയിട്ട്? ബി അല്ലേ? It never involves natural forces. Inevitable accident differs from act of God. Act of Godൽ നിന്നും inevitable എങ്ങനെയാ ഡിഫർ ആണ്? ഓപ്ഷൻ സി ആണ്. എന്തുകൊണ്ടാ? ഇന്നവിറ്റബിൾ ആക്സിഡന്റിൽ ഹ്യൂമൻ ഏജൻസി ഇൻവോൾവ് ആവുന്നുണ്ട്, ആക്ട് ഓഫ് ഗോഡിൽ അതില്ല. നീ എങ്ങനെ കിട്ടിയേ? ഞാൻ പെട്ടെന്ന് നാച്ചുറൽ ഫോഴ്സ്. പെട്ടെന്ന് എടുത്ത് ചേട്ടണം, കുഴപ്പമില്ല, അതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യങ്ങളാ. ഇത് എക്സാമിന് പറ്റാതിരുന്നാൽ മതി, ശ്രദ്ധിച്ച് വായിച്ചാൽ മതി. ഓപ്ഷൻ എല്ലാം പ്രൈവറ്റ് ഡിഫൻസ് ആസ് എ ഡിഫൻസ് ഇൻ ടോട്ട് മസ്റ്റ് ബി പ്രൈവറ്റ് ഡിഫൻസ്. ഓപ്ഷൻ സി. ഓപ്ഷൻ സി പ്രൊപ്പോർഷനേറ്റ് ആയിരിക്കണം, എക്സസീവ് ആവരുത്. ഞാന് അയാൾ എന്നെ ഒന്ന് തട്ടിയിട്ടുള്ളൂ, ഞാൻ ചുറ്റിക്കെടുത്ത് തലക്കടിച്ചു, തലക്കടിച്ച് പൊട്ടിച്ചു, അത് പ്രൊപ്പോർഷനേറ്റ് ആണോ? അത് എക്സസീവ് ആണ് അല്ലേ? അയാൾ എന്നെ തട്ടിയതിനിപ്പോ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റിന്റെ മുകളിൽ നിന്ന് ഷൂട്ടിംഗ് ഒന്നും അറിയാത്തയാന്ന് എനിക്കറിയാം, എന്റെ ഫ്രണ്ട്, അവൾക്ക് ഷൂട്ടിംഗ് ഒന്നും അറിയാത്തയാന്ന് എനിക്കറിയാം, ഇന്ന് അവളൊരു തോക്കും പിടിച്ച് ഇങ്ങനെ നിൽക്കുക, ഞാൻ അവള് എന്നെ എന്തോ ചെയ്യും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടുന്ന് എനിക്ക് ഷൂട്ടിംഗ് അറിയാം, എന്നിട്ട് ഞാൻ അവളെ പോയി ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, അതിന്റെ ആവശ്യമില്ല, കാരണം അവൾക്ക് ഷൂട്ടിംഗ് അറിയില്ല, അങ്ങനെയൊന്നും നടക്കാൻ പോകുന്നില്ല. ഓക്കെ, ബേർഡ് വേഴ്സസ് ഹോൾബ്രൂക്ക് റിലേറ്റ്സ് ടു, ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ലല്ലോ. അത് പ്രൈവറ്റ് ഡിഫൻസിന്റെ ഒരു കേസാണ്, നോട്ട് ചെയ്തോ കേട്ടോ, പ്രൈവറ്റ് ഡിഫൻസിന്റെ ഒരു കേസാണ്. ഓപ്ഷൻ ബി പ്രൈവറ്റ് ഡിഫൻസ് ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ
ആക്ട് ഓഫ് നെസസിറ്റി ജസ്റ്റിഫൈസ്. നെസസിറ്റി അത്യാവശ്യമായിരുന്നു, വലിയൊരു സംഭവം, വലിയൊരു നഷ്ടം ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ചെറിയൊരു തെറ്റ് ചെയ്തു. പക്ഷെ തെറ്റാണ്. ആൻസർ എന്താ? ഞാൻ ഉത്തരം പറഞ്ഞു, നിങ്ങൾ ആൻസർ പറയാതിരുന്ന മോശാട്ടോ. ഉത്തരം ഞാൻ ഓൾറെഡി പറഞ്ഞു. ഓപ്ഷൻ സി ആണ്, harm to avoid greater danger. Statutory authority protects acts only when damage is minimal, act is authorized and non-negligent, act benefits the public, consent is taken. Statutory authority നെഗ്ലിജന്റ് ആവാൻ പാടുണ്ടോ? നോൺ നെഗ്ലിജന്റ് ആയിരിക്കണം. സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി എന്ന് പറയുമ്പോൾ ഒരു ആക്ട് പ്രകാരം അയാൾക്ക് ഒരു അതോറിറ്റി ഉണ്ട്, അത് ആ ഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്ട് അയാൾ ചെയ്യാണ്. അപ്പം അതില് അയാൾക്കത് കംപ്ലീറ്റ് ഡിഫൻസ് ആണ്, അയാൾ നെഗ്ലിജന്റും ആയിരുന്നില്ല. അപ്പൊ ആൻസർ എന്താ? ഓപ്ഷൻ ബി, ആക്ട് ഇസ് ഓതറൈസ്ഡ് ആൻഡ് നോൺ നെഗ്ലിജന്റ്. അല്ല, ഓപ്ഷൻ ബി എന്നല്ലേ ഞാൻ പറഞ്ഞു. ഇതൊരു പറഞ്ഞില്ല, എന്താ സംശയം ഉണ്ടോ? ഓക്കെ, നെക്സ്റ്റ് നെഗ്ലിജൻസ്. ഇത്രയും നേരം പറയാതെ പറഞ്ഞൊരു സംഭവമാണ് നെഗ്ലിജൻസ്. നമ്മൾ നെഗ്ലിജന്റ് ആവാൻ പാടുണ്ടോ? ഞാനൊരു റീസണബിൾ കെയർ ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ അവിടെ നെഗ്ലിജന്റ് ആവുകയാണ് അല്ലേ? ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു മോളില് ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുക, തുടയ്ക്കാന്ന് വിചാരിക്കുക. അല്ല, അവിടെ വെള്ളം തൂത്തിട്ടുണ്ട്. ഇത് വെള്ളം വേണ്ട, എണ്ണയാക്കാം. എണ്ണ തൂത്ത് കിടക്കുന്നുണ്ട്. അപ്പൊ അത് ക്ലീൻ ആക്കാൻ വേണ്ടി ആള് പോയതാണ്. പക്ഷെ ഇവിടെ കോഷൻ എന്നും പറഞ്ഞിട്ടുള്ള ബോർഡൊന്നും വെച്ചിട്ടില്ല. അല്ലെങ്കിൽ ആരെയും അവിടെ നിർത്തിയിട്ട് ഒന്ന് ബാക്കി മുകളിൽ വരുന്ന ആൾക്കാരോടൊന്ന് പറയണം ഇവിടെ എണ്ണ തൂത്തിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് ആരെയും നിർത്തിയിട്ടുമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തില് ഇയാളെ നെഗ്ലിജന്റ് ആവുകയാണ്. അവിടെ ഒരു കോഷൻ ബോർഡ് ഇല്ല, ആരെങ്കിലും പോയി വീണാല് ഇവർക്ക് നെഗ്ലിജന്റ് ആണ്. ഇവര് നെഗ്ലിജന്റ് ആയിരുന്നു, ഇവര് ശ്രദ്ധിക്കണമായിരുന്നു. അവിടെ ഒരു നെഗ്ലിജൻസ് ആണ്, ആ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളുടെ നെഗ്ലിജൻസ് ആണ് അവിടെ കാണിക്കുന്നത്. ഒരു ബോർഡൊന്നും വെച്ചില്ല, അപ്പൊ പിന്നെ ആൾക്കാർ എങ്ങനെയാ അറിയാം അവിടെ എണ്ണ തൂത്തിട്ടുണ്ടെന്ന്? നമ്മളെ ഫോൺ സ്ക്രോൾ ചെയ്തായിരിക്കും നടക്കുന്നത്, അപ്പൊ ഈ എണ്ണയൊന്നും കാണില്ല, വഴുതി വീഴുകയും ചെയ്യും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കും. ഇതില് ഡ്യൂട്ടി ഓഫ് കെയർ ഉണ്ടാവണം. ഇതിന്റെ എസെൻഷ്യൽസ് നോക്കണം കേട്ടോ. അപ്പുറത്ത് നിൽക്കുന്ന ആളോട് എനിക്കൊരു ഡ്യൂട്ടി ഉണ്ടാവണം, കെയർ ചെയ്യാനുള്ള ഒരു ഡ്യൂട്ടി ഉണ്ടാവണം. ആ ഡ്യൂട്ടി ബ്രീച്ച് ചെയ്യണം. ആ ഡ്യൂട്ടി കാരണം ഒരു ഡാമേജ് ഉണ്ടാവണം. ആ ഡാമേജസ് കൊടുത്ത് നികത്താൻ പറ്റുന്നതായിരിക്കണം. ഇതിന്റെ ഒരു ലാൻഡ്മാർക്ക് കേസ് എന്ന് പറയുന്നത് ഡൊണോക് വേഴ്സസ് സ്റ്റീവൻസൺ ആണ്. അതിനെ നെയ്ബർ പ്രിൻസിപ്പിൾ എന്നും പറയും. ഇത് ജിഞ്ചർ ബിയർ കേസ് എന്ന് കൂടി പറയുന്ന ഇതല്ലേ, ജിഞ്ചർ ബിയർ കേസ്. എന്റെ കേസിന്റെ ഫാക്ട് പറഞ്ഞാല് ശരിയാവോ? സംഭവം ഒന്നുമല്ല, ഒരു സോഫ്റ്റ് ഡ്രിങ്ക് എന്തോ ആയിരുന്നു, ഒരാള് ഗേൾ ഫ്രണ്ടിന് വേണ്ടിയിട്ടാ ആർക്കും വേണ്ടി വാങ്ങിയതാണ്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ ഒരു ഒച്ച്, നിങ്ങളൊരു സോഫ്റ്റ് ഡ്രിങ്ക് വാങ്ങി കുടിച്ച് കഴിഞ്ഞ് അത് കളയാൻ നേരത്തെ ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കി അതിൽ ഒച്ച് കണ്ട എന്തായിരിക്കും അവസ്ഥ? ഛർദിക്കാൻ വരില്ലേ? അവിടെ നെഗ്ലിജൻസ് ആണ്, മാനുഫാക്ചറിന്റെ ആ ഒരു നെഗ്ലിജൻസ് ആണ് കാണിക്കുന്നത് അല്ലെ? ഒച്ചൊക്കെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്ന വെച്ചാൽ നെഗ്ലിജന്റ് ആയിരുന്നു എന്ന് പറയാം. ടെസ്റ്റ് ഫോർ നെഗ്ലിജൻസ് 3 ടെസ്റ്റാണ്: റീസണബിൾ മാൻ ടെസ്റ്റ്, ഫോർസിയബിലിറ്റി ടെസ്റ്റ് ആൻഡ് പ്രോക്സിമിറ്റി ടെസ്റ്റ്. എന്താണ് റീസണബിൾ എന്ന് വെച്ചാൽ സാമാന്യ ബോധം എല്ലാവർക്കും ഉണ്ട് എന്നാണ് നിയമം വിചാരിക്കുന്നത്, യുക്തി എന്ന് പറയും. Negligence is judged by whether the defendant acted as a reasonable and prudent person would have acted under similar circumstances. അതായത് സാമാന്യ ബോധമുള്ള ഒരാൾക്കൊരു സാമാന്യ ബോധം ഉണ്ടാവുമല്ലോ, ആ ഒരു രീതിയിൽ
അയാൾ ചെയ്തത് നെഗ്ലിജൻസ് അല്ലല്ലോ എന്നാണ് പറയുന്നത്. ഫോഴ്സിയബിലിറ്റി എന്ന് വെച്ചാല് ഓൺലി ഇഫ് റീസണബിൾ പേഴ്സൺ കുഡ് ഹാവ് ഫോഴ്സീൻ. ഫോഴ്സി എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ സംഭവം തന്നെ, മുൻകൂട്ടി കാണാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഒരു സാമാന്യ ഒരാൾക്ക് മുൻകൂട്ടി കാണാൻ പറ്റാത്ത, മുൻകൂട്ടി കണ്ട് അതിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവമാണെങ്കിൽ ഇയാളെ നെഗ്ലിജന്റ് ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇയാൾ കെയർ ആൻഡ് കോഷൻ എടുത്തിരുന്നു, എന്നിട്ടും ഇയാൾക്ക് മുൻകൂട്ടി കാണാനുള്ള ഇത് നമുക്ക് ആർക്കും ഇല്ലല്ലോ. സാധാരണ ഒരു മനുഷ്യന് ഇല്ലല്ലോ പ്രെഡിക്റ്റ് ചെയ്യാനുള്ള പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നവരുണ്ടാവാം സാധാരണ ഒരു രീതിയിൽ. അങ്ങനെയൊക്കെ ഈ 3 ടെസ്റ്റ് വെച്ചിട്ടാണ് ലയബിലിറ്റി ഉണ്ടോ നോക്കാൻ. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രോക്സിമിറ്റി. പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി ഓഫ് കെയർ എക്സിസ്റ്റ് ഓൺലി വെൻ ദർ ഇസ് എ സഫീഷ്യന്റ്ലി ക്ലോസ് ആൻഡ് ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി പ്ലെയിൻറ്റിഫ് ആൻഡ് ദി ഡിഫൻഡന്റ്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എൻ്റെ വീട്ടിൽ കള്ളൻ വന്നു, കള്ളൻ കക്കാനാണ് വരിക. അപ്പം നമുക്ക് എണ്ണ ഉപയോഗിക്കാം. സ്റ്റെയർ കേസിന്റെ അവിടെ മുകളിൽ കേട്ടോ, ഫസ്റ്റ് ഫ്ലോറിൽ എണ്ണ ഉണ്ടായിരുന്നു, എണ്ണ തൂത്ത് കിടക്കുന്നുണ്ടായിരുന്നു. കള്ളൻ ഇരുട്ടാണല്ലോ, വഴുതി വീണു, ഇവിടെന്ന് ഫുള്ള് സ്റ്റെയർ കേസ് ഫുള്ള് വീണ് താഴെ എത്തി, നല്ല പരിക്കും പറ്റി. ഈ കള്ളന് കേസ് കൊടുക്കാൻ പറ്റുമോ? ഞാൻ നെഗ്ലിജന്റ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് കള്ളനോട്, എൻ്റെ വീട്ടിൽ കക്കാൻ വന്ന കള്ളനോട് എനിക്ക് എന്ത് ഡ്യൂട്ടി ഓഫ് കെയർ ആണുള്ളത്? അങ്ങനെ ആവാൻ പാടില്ല പ്ലെയിൻറ്റിഫും ഡിഫൻഡന്റും തമ്മിലുള്ള റിലേഷൻ. എനിക്ക് അയാളോട് ഒരു ഡ്യൂട്ടി ഓഫ് കെയർ ഉണ്ടാവണം. ഈ എൻ്റെ വീട്ടിൽ കക്കാൻ വന്ന കള്ളനോട് എനിക്കൊരു ഡ്യൂട്ടി ഓഫ് കെയർ ഇല്ല. കള്ളൻ അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ നെഗ്ലിജന്റ് ആയതുകൊണ്ടാണ് ഇയാൾക്ക് ഇത്ര പരിക്ക് പറ്റിയത്, കോമ്പൻസേഷൻ തരണമെന്നും പറഞ്ഞ് കള്ളന് പറയാൻ പറ്റില്ല. കാരണം കള്ളനോട്, എൻ്റെ വീട്ടിൽ കക്കാൻ വന്ന കള്ളനോട് എനിക്കൊരു ഡ്യൂട്ടി ഓഫ് കെയർ ഇല്ല. അത്ര ഓർത്താൽ മതി. നല്ലൊരു സംഭവമാണ്. ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചോ. അല്ല, ഇതെല്ലാം പഠിക്കുമ്പോ ആക്ച്വലി മാറി മാറി പോകുന്നു മാം. ലൈക്ക് കൺഫ്യൂസ്ഡ് ആവണം. അപ്പൊ ഇത്രയും പഠിക്കണോ? ലൈക്ക് ഇത്രയും ഡെപ്തിൽ പഠിക്കണോ? ഇത്രയും ഡെപ്തിൽ പഠിക്കണം അല്ലേ? MCQs ഇത്ര ഡെപ്തിൽ ഒരു ഓവർവ്യൂ പോലെ വേണം. പക്ഷെ MCQ ചിലപ്പം എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആൾക്ക് കുറച്ച് ഡെപ്തിൽ ചോദിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഡെപ്ത് പഠിക്കേണ്ടി വരും. ഓക്കെ മാം. അല്ലെങ്കിൽ ഷോർട്ട് ആയിട്ടുള്ള നോട്ട് വേണം നിങ്ങൾക്ക്, ആ ഇമ്പോർട്ടന്റ് യെസ് മാം, ആയിട്ടുള്ള. എനിക്ക് വേണം. ഇത് മനസ്സിലാവണില്ലേ? ചില വാക്കുകൾ കേൾക്കുമ്പോ ഇതായി പോകുന്നു. ലൈക്ക് ഒന്നും മനസ്സിലാവില്ല, എല്ലാം കൺഫ്യൂസ്ഡ് ആവണം. അപ്പൊ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ NCQs മാത്രം കാണാതെ പഠിക്കുക എന്നുള്ളത് ഇപ്പൊ ചെയ്തോണ്ടിരിക്കണം. അതൊന്നും എനിക്ക് മനസ്സിലാവില്ല. ലൈക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അത് മാറി മാറി പോകുന്നു. പുതിയതായിട്ട് കേൾക്കണോണ്ടായിരിക്കാം. ആദ്യത്തെ ദിവസം തന്നെ ഇത് മൊത്തത്തിൽ കേട്ടാല് കൺഫ്യൂഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഞാനൊരു കാര്യം ഈ ജനറൽ ഡിഫറൻസസ് ഫോണിൽ മാത്രമുള്ള ഒരു സംഭവമായിട്ട് അയച്ചുതരാം. അതാകുമ്പം അത് പഠിച്ച ഇങ്ങനെ പഠിക്കണം എന്നില്ല. ഷോർട്ടായിട്ട് പഠിപ്പിച്ച പോരെ? മനസ്സിലാവണില്ലേ, അതുകൊണ്ടാണ്. വല്ലാതെ പറഞ്ഞു പോണ്ടല്ലേ? എക്സാമിന് ലൈക്ക് ഈ പോയിന്റ് ഓഫ് വ്യൂവിൽ വരുന്ന കാര്യങ്ങൾ മാത്രം പഠിപ്പിച്ചാൽ മതി. വേറെ ഒന്നും മീൻസ് എനിക്ക് വേണ്ടി അങ്ങനെ ചെയ്യരുത് കേട്ടോ. ബാക്കിയുള്ളവർക്കും അങ്ങനെ ഉണ്ടല്ലോ ഇത്. അവർക്കും കൂടെ വില്ലിങ് ആണെങ്കിൽ എല്ലാവരുടെ അടുത്തും കൂടെ ഒന്ന് ചോദിക്കില്ല. മീൻസ് എനിക്ക് മാത്രമാണോ പ്രശ്നം എന്നറിയില്ല. ഇല്ല മാം, നോട്ട്സ് വേണം. എന്താ? നോട്ട്സ് കിട്ടിയ കുറച്ചും കൂടി ഇതായിരിക്കും. ഷോർട്ട് ആയിട്ടുള്ള വേണ്ടി വരും അല്ലേ? അതെ. ക്ലിനിക്ക് ചോദിക്കണം മാത്രം പറഞ്ഞാൽ മതി. എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആവണം. ലൈക്ക് ആ ലീഗൽ ടേംസും എല്ലാം കൂടെ ലൈക്ക് ഓരോ ഇതിലിപ്പോ നിങ്ങൾ 2-3 കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഇതൊക്കെ മാറിപ്പോകുന്നു പഠിക്കും. കേസൊക്കെ പഠിക്കാൻ എന്തായാലും മാറിപ്പോവും. അത് നമ്മൾ റിവൈസ് ചെയ്തിട്ട് തന്നെ പഠിക്കാൻ പറ്റുള്ളൂ. പേരും അങ്ങനെയൊക്കെ എന്തെങ്കിലും കണക്ഷനൊക്കെ വെച്ചിട്ടൊക്കെ പറ്റുള്ളൂ. കഥ പറയുന്ന അതുകൊണ്ട്, അല്ലാതെ പേര് മാത്രം പറഞ്ഞു പോയാൽ ബൈഹാർട്ടാക്കുന്ന പോലെ ഉണ്ടാവുള്ളൂ. മാത്രം പഠിപ്പിച്ചാൽ പോരെ മാം? എനിക്ക് വേണ്ടി മാത്രം ചെയ്തിട്ട് ബാക്കി നമ്മൾ ഗ്രൂപ്പിലുള്ളവരോടും കൂടെ ചോദിച്ചിട്ട്
നിങ്ങൾ എല്ലാരും കൂടി ഒരു തീരുമാനം എടുത്ത് പറയുകയാണെങ്കിൽ അതുപോലെ എടുക്കാം. നിങ്ങൾ എത്ര സ്റ്റുഡൻസ് ഉള്ളത് ഏകദേശം? ഇപ്പൊ 3-4 നിങ്ങൾക്ക് ഒരു പേരുള്ളൂ. ഗ്രൂപ്പ് ഉണ്ടാവും, 3-4 പേര്. ഓക്കെ, എല്ലാവർക്കും അങ്ങനെയാണോ? അതറിയില്ല. ഉള്ളവര് പറഞ്ഞോ. മാം ഇത്രയും ക്വാണ്ടിറ്റിയിൽ പഠിക്കുന്നതിനേക്കാളും ലൈക് ക്വാളിറ്റി അല്ലേ കുറച്ചുകൂടി ഇത്. നമ്മൾ ഇത്രയും ഡെപ്തിൽ പഠിക്കുമ്പോൾ ആ വേണ്ട ടോപ്പിക്സ് ഏതാന്ന് പോലും മാറിപ്പോകുന്നു. ലൈക്ക് അത് നോക്കാതെ മീൻസ് എന്താ പറയാ, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം സോളിഡ് ആയിട്ട് നോക്കിയിട്ട് ബാക്കി ഇങ്ങനെ റാൻഡം ആയിട്ട് നോക്കിയാ പോരെ? മാമിന്റെ ഇതെന്താ? നിങ്ങൾ എടുക്കണ കാര്യം എടുത്തോളൂ, പക്ഷെ ഒരു സജഷൻ എന്നുള്ളതിലൊന്ന്. ഞാൻ ഉണ്ടാക്കിയതല്ല, അത് വേറെ. PPT ഇവര് തന്നിട്ടുള്ളത് നമ്മളെ എക്സ്പ്ലെയിൻ ചെയ്യാണ്. PPT കുറച്ച് ഡെപ്തിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാവും. കാരണം ഒരു പോയിന്റ് വിട്ടു പോകണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കാം. ഏത് വിട്ടു പോവണ്ടെന്ന് വിചാരിച്ചിട്ട് ഇത്ര ഡെപ്തിൽ കൊടുത്തതായിരിക്കാം. അതിൽ ഹൈലൈറ്റ് ചെയ്ത പോയിന്റ്സ് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഇപ്പം ആദ്യമായിട്ട് ഇതിൽ പഠിക്കുമ്പോഴായിരിക്കും, നിങ്ങൾ +2 കഴിഞ്ഞ് വന്നവരല്ലേ. +2 കഴിഞ്ഞ് വരുമ്പം ഇതാദ്യമായിട്ട് കേൾക്കുമ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. എന്താണ് സർ പറയുന്നത്, കുറെ കേസിലോ ഇതൊക്കെ നമ്മൾ എങ്ങനെയാ പഠിക്കുക എന്നുള്ള ഒരു ഇതാണ്. നിങ്ങൾ യൂസ്ഡ് ആയി കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല. നിങ്ങൾ ഒരു ഫസ്റ്റ് ഉള്ള ഒരു ഇതാണ്. സാധാരണ നിങ്ങൾ പഠിക്കുന്ന ഒരു സംഭവമല്ലല്ലോ. ലീഗൽ ടേംസ് വരുന്നുണ്ട്, മാക്സിംസ് വരുന്നുണ്ട്. പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയാലും മാക്സിംസ് ചോദിക്കുന്നുണ്ട്, ലീഗൽ ടേംസിന്റെ ഒക്കെ അർത്ഥം എന്താണ് അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ അസേർഷൻ റീസണിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ലീഗൽ ടേംസ് ആ ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാതെ ആൻസർ ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ എക്സാം എപ്പോഴാ? എക്സാം കഴിഞ്ഞു. എക്സാമിന് 2025 മെയ് ലാസ്റ്റിന് ഡിസൈഡ് ചെയ്തിട്ട് ജൂൺ 1 എക്സാം. ഇനി ഇപ്രാവശ്യം അങ്ങനെ ആയിരിക്കുമോ? ആയിരിക്കുമെന്ന് വെച്ചാൽ എനിക്കൊരു ഉത്തരം പറയാൻ പറ്റില്ല. അല്ല, നിങ്ങളെപ്പോലെ എപ്പോഴും തന്നെ ഞാനും. നടക്കണ പോലെ ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ ഒക്കെ ആണെങ്കിൽ നന്നായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഓഗസ്റ്റ് എന്നൊക്കെ പറഞ്ഞിരുന്നു, എന്നിട്ട് പറഞ്ഞായിരുന്നു ജൂണിലേക്കാക്കിയത്. ഓക്കെ, വൈകിയ സെമസ്റ്ററും കുറച്ച് വൈകും. ഇതില് മാം ഇങ്ങനെ പറയില്ലേ, കോൺസെപ്റ്റ് ക്ലിയർ ചെയ്യുമ്പോൾ അത് വീണ്ടും ഡെപ്തിലേക്ക് തന്നെ നമ്മളിപ്പോ PDF വായിക്കുമ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലാവില്ല. അപ്പൊ നമ്മളത് നോക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ഡെപ്തിലേക്ക് അതിപ്പോ ആകെ പഠിക്കാൻ മാത്രമേ ഉള്ളൂ. ലൈക്ക് ഇതിൽ ഏതാ വേണ്ടതെന്ന് പോലും അറിയാത്തൊരു അവസ്ഥ. അത് ഞാൻ പറഞ്ഞു, ഞാൻ നല്ല ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ട് തരാം. ഇന്നെടുത്തതിന്റെ ഇല്ലെങ്കിൽ ഇതിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം ജസ്റ്റ് നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ ജസ്റ്റ് മാർക്ക് ചെയ്ത് പോയാൽ മതി. ഒരു സ്റ്റാറോ അങ്ങനെ എന്തെങ്കിലും ഇട്ടാൽ മതി, സ്ട്രൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും അങ്ങനെയാണെങ്കിൽ അങ്ങനെ പോവാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം പറഞ്ഞു. അല്ല, അങ്ങനെയല്ല മാം ഉദ്ദേശിച്ചത്. അല്ല മാം, അങ്ങനെ പറഞ്ഞെന്ന് വെച്ചാല് ശരിയാവില്ല. എല്ലാം പറയണം, എന്നാലേ നമുക്ക് ഏതാ വരികയെന്നൊന്നും അറിയില്ലല്ലോ. എല്ലാം പഠിക്കുന്നതന്നെയല്ലേ നല്ലത്. ഇനി നിങ്ങൾ തമ്മിൽ ഒരു തീരുമാനം എടുക്കും. അല്ല മാം, എനിക്ക് എങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നമ്മള് കുറച്ച് സോളിഡ് ആയിട്ട് നോക്കേണ്ട ടോപ്പിക്സ് ഒന്ന് ജസ്റ്റ് എന്താ പറയാ മാർക്ക് ചെയ്ത് തന്നാൽ നന്നായിരുന്നു. ലൈക് ക്ലാസ് എടുക്കുമ്പോൾ തന്നെ. അത് ശരിയാണ്, അത് ശരിയാണ്. സംഭവം എന്താന്ന് വെച്ചാൽ ഇപ്പൊ മാം ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരണില്ലേ, പക്ഷെ അത് മനസ്സിലാവണ്ടേ. കുറച്ച് കഴിഞ്ഞിട്ട് അത് എന്താണെന്ന് നമ്മൾ നോക്കുമ്പോൾ അത് പിന്നെ നമ്മൾ ChatGPT അല്ലാതെ ഏതെങ്കിലും നോക്കുമ്പോൾ അത് പിന്നെ മനസ്സിലാവണില്ല. പിന്നെ കുറച്ചുകൂടെ ആ ഓരോ ടോപ്പിക് തന്നെ അത്രയും ഡെപ്തിൽ നോക്കുമ്പോഴാണ് എന്താന്ന് മനസ്സിലാവണേ. അപ്പൊ അങ്ങനെയുള്ളതിനേക്കാളും നമുക്ക് കുറച്ച് എന്താ പറയാ എൻട്രൻസിന്റെ പെർസ്പെക്റ്റീവില് മാത്രം മതിയോ എന്നാണ് ഞാൻ ചോദിക്കണത്. എല്ലാം അല്ല, വലിച്ചു വാരി പഠിക്കണേനേക്കാളും. നിങ്ങൾ ഞാൻ പറയുമ്പോ നോട്ട് പോലെ എഴുതുന്നുണ്ടോ? എന്റെ പോയിന്റ്സ് പോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അങ്ങനെ ഞാൻ എന്തെങ്കിലും എഴുതുന്നുണ്ട്, അങ്ങനെ എഴുതുന്നുണ്ട്. എഴുതുകയാണെങ്കിൽ കേസ് അതൊക്കെ പറയുമ്പോൾ ആ കേസ് ഏതിന്റെയാണ് അങ്ങനെയൊക്കെ എഴുതുമ്പോൾ പിന്നെയും നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് അതൊന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് അടുത്ത ടോപ്പിന്റെ ക്ലാസ് വരുമ്പം
നിങ്ങൾ ഇത് എഴുതി വെച്ച ആ പോയിന്റ്സ് ഒന്ന് വായിച്ചിട്ട് വരികയാണെങ്കിൽ കുറച്ചുകൂടെ ക്ലിയർ ആയിരിക്കും. കാരണം നിങ്ങൾക്ക് പരിചയമല്ലാത്ത കുറെ ടേംസ് ആണിത്. ടോർട്ടെന്ന് പോലും ഞാൻ 12th പഠിക്കുമ്പോൾ കേട്ടിട്ടില്ല. എൻട്രൻസിന് പഠിക്കാൻ വന്നപ്പോഴാണ് ടോർട്ട് എന്നുള്ള വാക്ക് പോലും ഞാൻ കേൾക്കുന്നത്. ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഇതിന്റെ മാക്സിമം ഒന്നും നമ്മൾ കേൾക്കാത്തതാണ്. പക്ഷെ കുറച്ചുകൂടി കഴിഞ്ഞാൽ അതുമായിട്ട് യൂസ്ഡ് ആയി പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലത് എക്സ്പ്ലെയിൻ ചെയ്തില്ലേ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ലീഗൽ ടേംസ് ഉള്ളതുകൊണ്ട്. എനിക്ക് തോന്നുന്നത് ഒന്നും ചോദിക്കില്ല. ഇതല്ല എന്നാ പോയിന്റ് മാത്രമുള്ള ഒരു നോട്ട് ഞാൻ അയച്ചുതരാം പ്രിപ്പയർ ചെയ്തിട്ട്. മാമിന് ബുദ്ധിമുട്ടാവില്ലേ? കുഴപ്പമില്ല, നോക്കട്ടെ. ഇല്ലെങ്കിൽ ടോർട്ട് ഇതിലുള്ളത് മാത്രം ജസ്റ്റ് മാം പറഞ്ഞെന്നാലും മതി, ഇതിൽ ഏതൊക്കെയാ കുറച്ചുകൂടെ നോക്കണ്ടെന്നുള്ളത്. എന്നാ ഞാൻ ഫസ്റ്റ് തൊട്ട് വരട്ടെ. അല്ല മാം വേണ്ട, ഇത്രയും നിങ്ങൾ പറഞ്ഞില്ലേ. ഓക്കെ, എന്നാ അടുത്ത ക്ലാസ് തൊട്ട് അങ്ങനെ ചെയ്യാം. ഇതിന്റെ ഒന്ന് ഷോർട്ടായിട്ട് ഞാൻ അയച്ചുതരാം, പ്രിപ്പയർ ചെയ്തിട്ട് അയച്ചുതരാം. അതായിരിക്കും ഇല്ലെങ്കിൽ നല്ലത്. കുഴപ്പമില്ല, ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോ ഇത് ഇമ്പോർട്ടന്റ് ആണെന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പൊ ഞങ്ങൾ ഇവിടെ നോട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. നോട്ട് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. നോട്ട് ചെയ്തിട്ട് അതൊന്ന് ജസ്റ്റ് വായിച്ചിട്ട് അടുത്ത ക്ലാസ് എത്തുന്നതിന് മുന്നേ നിങ്ങളുടെ നോട്ട് എടുത്ത് വായിച്ചിട്ട് ഒന്ന് ഇരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. റിവൈസ് ചെയ്യാതെ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ പറ്റില്ല. എത്ര പഠിച്ചു എന്നുള്ളതല്ല, നമ്മൾ എത്ര തവണ റിവൈസ് ചെയ്യുന്നോ അതായിരിക്കും നല്ലത്. അത്രയും നമുക്ക് ഓർമ്മ ഉണ്ടാവും. നമ്മൾ എവിടെ നിർത്തിയേ? നിർത്തിയെന്ന് എനിക്ക് ഓർമ്മയുണ്ടോ? ടൈപ്സ് എത്തിയിട്ടില്ല. ടൈപ്സ് ഓഫ് നെഗ്ലിജൻസിൽ ഗ്രോസും കോമ്പോസിറ്റും ഒന്നും അങ്ങനെ ചോദിക്കാറില്ല. കോൺട്രിബ്യൂട്ടറി നെഗ്ലിജൻസ് കണ്ടുവരാറുണ്ട്. കോൺട്രിബ്യൂട്ടറി നെഗ്ലിജൻസ് എന്ന് പറഞ്ഞാൽ ഈ പ്ലെയിൻറ്റിഫ് കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സംഭവമാണ്. പ്ലെയിൻറ്റിഫിന്റെ ഭാഗത്തു നിന്നും കൂടി ഒരു ലാക്ക് ഓഫ് കെയർ ഉണ്ടായത് കൊണ്ടാണ് പ്ലെയിൻറ്റിഫിന് അങ്ങനെ ഒരു സംഭവം നഷ്ടം ഉണ്ടായത്. അപ്പം ഡിഫെൻഡന്റ് മാത്രമല്ല ഇവിടെ ലയബിൾ, പ്ലെയിൻറ്റിഫും കൂടിയാണ്. അവിടെ ഡിഫെൻഡന്റിന്റെ ലയബിലിറ്റി ഒന്ന് കുറയാണ്, പാർഷ്യലി കുറയാണ്, കംപ്ലീറ്റ്ലി അല്ല. അപ്പം പ്ലെയിൻറ്റിഫിന്റെ ഞാനിപ്പോ ശ്രദ്ധിക്കാതെ റോഡ് ക്രോസ് ചെയ്യുക, സീബ്ര ലൈൻ ഒന്നല്ല, ശ്രദ്ധിക്കാതെ ഞാൻ റോഡ് ക്രോസ് ചെയ്യുക, ഫോൺ സ്ക്രോൾ ചെയ്തിട്ട് ഞാൻ റോഡ് ക്രോസ് ചെയ്യുക. ഒരാള് വന്നു വണ്ടി ഇടിച്ചു, ആക്സിഡന്റ് ആയി. അപ്പം 50% അവരും കോമ്പൻസേറ്റ് ചെയ്യുക, 50% എനിക്ക് കോമ്പൻസേഷൻ കിട്ടില്ല. കാരണം എൻ്റെ ഭാഗത്തു നിന്നുകൂടി തെറ്റുണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല. അതിനെയാണ് കോൺട്രിബ്യൂട്ടറി നെഗ്ലിജൻസ് എന്ന് പറയുന്നത്. പ്ലെയിൻറ്റിഫ് ഇസ് ഓൾസോ കോൺട്രിബ്യൂട്ടിങ്, അങ്ങനെ ഓർത്താൽ മതി. ഫൗണ്ടേഷൻ ഓഫ് നെഗ്ലിജൻസിന്റെ ഫൗണ്ടേഷൻ എന്താ? ഒരു റീസണബിൾ കെയർ ഇല്ല. ഞാനൊരു റീസണബിൾ കെയർ എടുത്തിട്ടില്ലെങ്കിൽ അത് നെഗ്ലിജൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻ ആരെങ്കിലും ആൻസർ ചെയ്യോ? 3 എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് നെഗ്ലിജൻസ്. ഡ്യൂട്ടി, ബ്രീച്ച്, ഇന്റൻഷൻ, ഇതെല്ലാം കൂടെ കാണുമ്പോൾ കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നും. മാം ഓപ്ഷൻ ബി ആണോ? യെസ്, ഓപ്ഷൻ ബി ആണ് ആൻസർ. കറക്റ്റ് ആണ്, ഡൗട്ട് ചെയ്യണ്ട. ഡ്യൂട്ടിക്ക് ഒരു ബ്രീച്ച്, ഡാമേജ്, പിന്നെ ഡാമേജസ് കൊടുത്ത് നികത്താൻ പറ്റുന്നത്. മാം ഈ നെഗ്ലിജൻസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി മനസ്സിലാക്കേണ്ടത് അതിലൊരു ഡാമേജ് ഉണ്ടായി എന്ന് മാത്രല്ലേ? ഡാമേജ് ഉണ്ടായി എന്ന് മാത്രമാണ്. ടോർട്ടിലേക്ക് വരുമ്പം ആദ്യം ഒരു ഡ്യൂട്ടി ഉണ്ടാവണം. എലമെന്റിൽ ആദ്യം വരുന്ന ഡ്യൂട്ടിയാണ്. എനിക്ക് ഡിഫെൻഡന്റ് ആയ എനിക്ക് പ്ലെയിൻറ്റിഫിനോട് ഒരു ഡ്യൂട്ടി ഉണ്ടാവണം. ആ മോളില് എണ്ണ
തൂത്ത് കിടക്കുന്നത്. ആ ക്ലീനിങ് സ്റ്റാഫിന് അവിടെ ഒരു കോഷൻ ബോർഡ് വെക്കേണ്ട ഒരു ഡ്യൂട്ടി ഉണ്ടായിരുന്നു ആ മോളിലേക്ക് വരുന്ന ആൾക്കാരോട്. ഓക്കെ അയാൾ അവിടെ കോഷൻ ബോർഡ് വെച്ചില്ല, അല്ലെങ്കിൽ വേറെ ആരും നിർത്തിയില്ല ഇവരെ ഒന്ന് വരുന്ന ആൾക്കാരോട് പറയാൻ ഇവിടെ എണ്ണ തൂത്തിട്ടുണ്ടെന്ന്. അപ്പൊ അവിടെ അയാൾ നെഗ്ലിജന്റ് ആയിരുന്നു, ആ ഡ്യൂട്ടീനെ ബ്രീച്ച് സംഭവിച്ചിരിക്കുകയാണ്. അപ്പം അവിടെ ഒരു ഡാമേജ് ഉണ്ടായി, അവിടെ ഒരു ഇഞ്ചുറി ഉണ്ടായി. അങ്ങനെയാണ് വരുന്നത്. നെയ്ബർ പ്രിൻസിപ്പിൾ, ഇതൊക്കെ ഇതിന്റെ ആൻസർ ഡൊണോഗ് വേഴ്സസ് സ്റ്റീവൻസൺ ആണല്ലോ. സ്റ്റീവൻസൺ ആണ് ഇത്. നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, അത് കേസ് ലോ ആണ്. ഡയറക്റ്റ് നോട്ട് എഴുതി പഠിച്ച് അങ്ങനെ ചെയ്താൽ മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ബൈ ഹാർട്ട് ചെയ്യുക എന്ന് പറയും. ഡ്യൂട്ടി ഓഫ് കെയർ ഡിപ്പെൻസ് ഓൺ, കള്ളനെ ഓർത്താൽ മതി. പ്രോക്സിമിറ്റി ആൻഡ് ഫോർസിയബിലിറ്റി. പ്രോക്സിമിറ്റി ടെസ്റ്റ് എന്താ ഞാൻ പറഞ്ഞേ? എന്റെ വീട്ടിൽ കക്കാൻ വന്ന കള്ളനോട് എനിക്ക് ഡ്യൂട്ടി ഓഫ് കെയർ ഉണ്ടോ? ഇല്ല. അതാണ് പ്രോക്സിമിറ്റി എന്ന് പറയുന്നത്. ഫോർസിയബിലിറ്റി, ഫോർസിയബിലിറ്റി എന്ന് വെച്ചാൽ മുൻകൂട്ടി കാണാൻ പറ്റോ ഇല്ലേ എന്നാണ്. പറ്റാത്തതാണെങ്കിൽ എന്നെ ലയബിളാക്കാൻ പാടില്ല. വിച്ച് ടെസ്റ്റ് ഡിറ്റർമൈൻസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് കെയർ. ആ 3 ടെസ്റ്റിൽ ഒരു ടെസ്റ്റ് ഇതിലുള്ളൂ, റീസണബിൾ മാൻ ടെസ്റ്റ്. ഇതൊന്നും അങ്ങനെ കാണാത്തൊരു ചോദ്യാട്ടോ. ഞാൻ കാണാത്തതിന് കുഴപ്പമാണെന്നറിയില്ല. ഞാൻ അന്ന് ചെയ്ത പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ ഉണ്ടായിരുന്നില്ല, അതിന് ശേഷം വന്നതിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ഞാൻ അങ്ങനെ റിപ്പീറ്റഡ്ലി കാണാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. കോൺട്രിബ്യൂട്ടറി നെഗ്ലിജൻസ് മീൻസ്, അതാ കോൺട്രിബ്യൂട്ടറി നെഗ്ലിജൻസ് ഒക്കെ പിന്നെയും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കോൺട്രിബ്യൂട്ടറി എന്ന് വെച്ചാൽ പ്ലെയിൻറ്റിഫ് ഇസ് ഓൾസോ കോൺട്രിബ്യൂട്ടിങ്. ഡിഫൻഡന്റ് ലയബിൾ ആണ്, പക്ഷെ പ്ലെയിൻറ്റിഫും കൂടെ അയാളുടെ നഷ്ടത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഡിഫൻഡന്റിന്റെ ലയബിലിറ്റിയിൽ ഒരു ചെറിയൊരു കുറവ് വന്നിട്ടുണ്ട്. 50% കോമ്പൻസേഷൻ കൊടുത്താൽ മതി എന്നൊക്കെ ചിലപ്പം പറയും. അപ്പം നെഗ്ലിജൻസ് ഓഫ് ബോത്ത് പ്ലെയിൻറ്റിഫ് ആൻഡ് ഡിഫൻഡന്റ്. പ്ലെയിൻറ്റിഫും നെഗ്ലിജന്റ് ആയിരുന്നു, ഡിഫൻഡന്റും നെഗ്ലിജന്റ് ആയിരുന്നു. അപ്പൊ കോൺട്രിബ്യൂട്ടറി നെഗ്ലിജൻസ്, പ്ലെയിൻറ്റിഫും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അയാളുടെ നഷ്ടത്തിലേക്ക്. ഇന്ത്യൻ കേസ് ഓൺ നെഗ്ലിജൻസ്, ഇതൊന്നും അങ്ങനെ ചോദിക്കാം. ഇത് കേസ് ലോ അല്ലേ? വേണ്ട. ന്യൂയിസൻസ്. എന്താണ് ന്യൂയിസൻസ്? നമ്മൾ പറയില്ലേ ചിലർ, ഓ എന്തൊരു ന്യൂയിസൻസ് ആന്ന് പറയില്ലേ. പാതിരാത്രി എൻ്റെ നെയ്ബർ സ്പീക്കറിൽ നല്ല സൗണ്ട് വെച്ച് ആഘോഷിക്കുക, തൊട്ടടുത്തുള്ള എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഇത് ന്യൂയിസൻസ് ആണ് അല്ലേ? മനസ്സിലാവുന്നുണ്ടോ ന്യൂയിസൻസ്? മനസ്സിലാവുന്നുണ്ട്. ആ ഒരു അത്രയും ലൗഡായിട്ട് സ്പീക്കറിൽ വെക്കുകയാണ് രാത്രി 12 മണിക്ക്. എൻ്റെ ഉറക്കം പോയാൽ എനിക്ക് രാവിലെ എണീച്ചാൽ തീരെ സുഖം ഉണ്ടാവില്ല. അത് വേറെ കാര്യം. എൻ്റെ ഉറക്കമാണ് അവിടെ നഷ്ടപ്പെടുന്നത്. അത്രയും ഡിസ്റ്റർബൻസ് ആണ്. അങ്ങനെ ഒരു കാര്യം ഒരാൾ ചെയ്താൽ അത് ന്യൂയിസൻസ് ആണ്. അതൊരു പബ്ലിക് അല്ല, പ്രൈവറ്റ്. ഒരു വീടാണെങ്കിൽ അത് പ്രൈവറ്റ് ഇല്ല, പ്രൈവറ്റ് ന്യൂയിസൻസും പബ്ലിക് ന്യൂയിസൻസും ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ഈ പബ്ലിക്കില് വേസ്റ്റ് കൊണ്ടുപോയി ഇടുന്നത്? അതൊക്കെ പബ്ലിക് ന്യൂയിസൻസ് ആണ്. അത് ഒരാളെയല്ല, ഒരുപാട് പേരെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഈ ഇടവഴികളൊക്കെ ഉണ്ടാവില്ലേ, ചില ഇടവഴികളിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, പണ്ട് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന എൻ്റെ സൈഡിൽ കൂടെ ഏതോ ഒരു ഇടവഴി കൂടെ അതിലെ മൂക്ക് പൊത്തിയിട്ടേ അതിൽ പോകാൻ പറ്റുമായിരുന്നുള്ളൂ. കാരണം അത്രയും വേസ്റ്റ് കൊണ്ടുപോയിടുന്ന ഒരു സ്ഥലമായിരുന്നു. നായന്റെ ശല്യം ഉണ്ടാവുമായിരുന്നു. അപ്പൊ അതത്ര പബ്ലിക്കിന് ഫുൾ ഒരു ന്യൂയിസൻസ് ആയിരുന്നു. ആ ഒരു പബ്ലിക്കിന്
കൂടുതൽ ഒരാളെ അല്ലാതെ എഫക്ട് ചെയ്യുന്ന പബ്ലിക്കിനെ മൊത്തത്തിൽ എഫക്ട് ചെയ്യുന്നതാണ്. അതെ, പ്രൈവറ്റ് എന്ന് പറയുമ്പോൾ ഒരാളെ സ്പെസിഫിക് ഒരു ഇൻഡിവിജ്വലിനെ എഫക്ട് ചെയ്യുന്നതാണ് പ്രൈവറ്റ് ന്യൂസൻസ്. അത് മാത്രമല്ല, ന്യൂസൻസ് എന്തായാലും ആ സ്പീക്കറിന്റെ കാര്യം ഓർത്താൽ മതി. ഇല്ലസ്ട്രേഷൻ അങ്ങനെ എന്തെങ്കിലും വന്നാലേ അങ്ങനെ ചോദിക്കില്ലായിരിക്കും. ഇത് വേണ്ട. ന്യൂസൻസ് പ്രൈമർലി റിലേറ്റ്സ് ടു ആൻസർ. ന്യൂസൻസിന് റെപ്യൂട്ടേഷനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. റെപ്യൂട്ടേഷൻ വരുന്നത് ഡിഫമേഷനിലാണ് എൻ്റെ റെപ്യൂട്ടേഷൻ പോകുന്നത്. ന്യൂസൻസിന് അതിലായി ബന്ധമില്ല. ബോഡിലി ഇഞ്ചുറി, ന്യൂസൻസിൽ ബോഡിലി ഇഞ്ചുറി എന്ത് വരുന്നുണ്ടോ? സ്പീക്കർ ലെവലിൽ വെച്ചിട്ട് എനിക്ക് പരിക്കൊന്നും പറ്റുന്നില്ലല്ലോ. ഇല്ല. ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്, എന്തെങ്കിലും കോൺട്രാക്ട് ഉണ്ടായിരുന്നു, കോൺട്രാക്ടിന്റെ ബ്രീച്ച് ആണോ ന്യൂസൻസ്? അല്ല. യൂസ് ആൻഡ് എൻജോയ്മെന്റ് ഓഫ് ലാൻഡ് ആണ്. ഇയാള് രാത്രി സ്പീക്കറിൽ ഇത്രയും ലൗഡായിട്ട് മ്യൂസിക് വെച്ചിട്ട് എനിക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ ലാൻഡിൽ പീസ്ഫുൾ ആയിട്ട് കിടന്നുറങ്ങാൻ പോലും പറ്റുന്നില്ല. അത് ആൻസർ ചെയ്യുന്നത് യൂസ് ആൻഡ് എൻജോയ്മെന്റ് ഓഫ് ലാൻഡ് ആണ്. ബാക്കി മൂന്നും ക്യാൻസൽ ചെയ്താൽ തന്നെ ആൻസർ കിട്ടും. പബ്ലിക് ന്യൂസൻസ് എഫക്ട്, സിംഗിൾ ഇൻഡിവിജ്വൽ, സ്പെസിഫിക് നെയ്ബർ, പബ്ലിക് അറ്റ് ലാർജ്, ഓൺലി ലാൻഡ് ഓണേഴ്സ്. ആൻസർ പറ. ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇതിലും ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. ഓപ്ഷൻ സി. ഓപ്ഷൻ സി. ക്വസ്റ്റ്യനിൽ തന്നെ ആൻസർ ഉണ്ട്, പബ്ലിക് അറ്റ് ലാർജ്. പിന്നെന്താ ഇത് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? പ്രൈവറ്റ് ആക്ഷൻ ഫോർ പബ്ലിക് ന്യൂസൻസ് റിക്വയർസ്. എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതൊരു കേസ് ലോ ആണ്. ഇതിന്റെ ആൻസർ പബ്ലിക് ന്യൂസൻസ് ആണെന്ന് ഒന്ന് നോട്ട് ചെയ്താൽ മതി കേട്ടോ. ഈ കേസ് ലോ എഴുതിയിട്ട് ഒരു ഐഫൺ ഇട്ടിട്ട് പബ്ലിക് ന്യൂസൻസ് എന്ന് എഴുതിയാൽ മതി. നോട്ട് ചെയ്യുന്നവരും ഒന്ന് നോട്ട് ചെയ്തോ കേട്ടോ. കേസ് ലോ എഴുതുക, കേസിന്റെ പേര് എഴുതുക, ഐഫൺ ഇട്ടിട്ട് പബ്ലിക് ന്യൂസൻസ്. പറഞ്ഞിട്ടില്ല, പറയത്തത് കേസ് നോട്ട് ചെയ്താൽ മാത്രം മതി. വേറെ ഒന്നും അതിന് അധികമായിട്ട് ചോദിക്കില്ല. Which is not a test for unreasonableness in nuisance. Duration, locality, degree of harm. മോട്ടീവ് അലോൺ. മോട്ടീവ് ടോർട്ടുമായി ഒരു ബന്ധമില്ലാത്തൊരു സാധനമാണ് മോട്ടീവ്. എനിക്ക് അങ്ങനെ ഒരു ദുഷിച്ച ചിന്ത ഉണ്ടായിരുന്നു, ആ ഒരു ചിന്ത നോക്കുന്നില്ല. ടോർട്ടിൽ അങ്ങനെ ഒരു സംഭവം നോക്കുന്നില്ല. ക്രൈമിലാണ് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഇന്റൻഷൻ ഉണ്ടായിരുന്നു നോക്കുന്നത്. ആ ഒരു ഇൽ മൈൻഡ് ഉണ്ടായിരുന്നു എന്ന് ക്രൈമിലാണ് നോക്കുന്നത്, ടോർട്ടിൽ അത് നോക്കുന്നില്ല. ആൻസർ ചെയ്യുന്നത് സി, മോട്ടീവ് അലോൺ. ഇതും കേസിലോ പേര് എഴുതിയിട്ടേ ആൻസർ എഴുതിയാൽ മതി. ഓപ്ഷൻ സി ആണ്. വാട്ട് ഇസ് ന്യൂസൻസ് ഡിപ്പെൻസ് ഓൺ ലൊക്കാലിറ്റി. കേസിന്റെ പേര് എഴുതുക, ആൻസർ സി ആണ്. ഐഫൺ ഇട്ടിട്ട് അങ്ങനെ എഴുതിയാൽ മതി. എഴുതിയില്ലേ? എഴുതി. ഡിഫമേഷൻ. ഡിഫമേഷൻ ടോർട്ടും ആണ് ക്രൈമും ആണെന്നാ പറയാം. ഇഞ്ചുറി ടു, ഇവിടെ ഇഞ്ചുറി വരുന്നത് റെപ്യൂട്ടേഷൻ ആണ്. ഞാനിപ്പം നല്ലൊരു നടനെ അപമാനിച്ച എങ്ങനെ ഉണ്ടാവും? കോമ്പൻസേഷൻ കൊടുക്കാൻ എൻ്റെ വീട് വെക്കേണ്ടി വരും. മോഹൻലാലിനെ ഞാൻ ഡിഫെയിം ചെയ്താൽ എന്താ സംഭവിക്കുക? ഒരാളുടെ റെപ്യൂട്ടേഷൻ, ഈ ഡിഫമേഷനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതൊരു സത്യമാവരുത്, ട്രൂത്ത് ആവരുത്. ട്രൂ സ്റ്റേറ്റ്മെന്റ് ഡിഫമേഷൻ അല്ല. ട്രൂ സ്റ്റേറ്റ്മെന്റ് ഡിഫമേഷൻ അല്ല. പിന്നെന്താ പറയാ, മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ?
അങ്ങനെ ഇപ്പൊ മാം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ലൈക്ക് ഫാൾസ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക, അവരെ പറ്റി അവരുടെ ഡിഗ്നിറ്റിനെ റെപ്യൂട്ടേഷനൊക്കെ ഇതാവുന്ന പോലെ ചെയ്യാ പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മള് സോഷ്യൽ മീഡിയയിലുള്ള പകുതി പേരെയും അങ്ങനെ ചെയ്യണ്ടേ? ഫ്രീഡം എനിക്ക് ഓഫ് പലപ്പോഴും സ്പീച്ച്. തോന്നിയിട്ടുണ്ട് മാം, അത്രയും നമ്മൾ എന്താ പറയാ, അത്ര മോശമായിട്ടുള്ള രീതിയിൽ ഇതായാൽ പോലും അപ്പൊ അത് അത്രയും ഐ മീൻ അതിന് എന്തോ ഒരു ആക്ട് എന്നല്ലേ പറയാ, എന്താ അതിനെ പറയാ അങ്ങനെയുള്ളതിന്? ഡിഫമേഷൻ ആണ്. ഡിഫെയിം ചെയ്യുന്നത് തെറ്റാണ്. കേസ് കൊടുക്കുകയാണെങ്കിൽ പക്ഷേ കേസ് ഒന്നുമില്ല മാം, ഓക്കെ, ക്ലിയർ ആയി. അപ്പൊ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകം നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ ശ്രദ്ധിക്കണം. ഒരു ലൈസൻസും ഇല്ലാതെ പലതും പറയുന്നവരുണ്ട്. സത്യമാണ്. പക്ഷെ ഡിഫമേഷൻ അത് ആണ്. നമ്മൾ കൊണ്ടുപോയി കേസ് കൊടുത്ത് നമുക്ക് എത്രയൊക്കെ എന്താ പറയാ ജസ്റ്റിസ് കിട്ടും എന്നുള്ളതേ ആലോചിക്കേണ്ടതില്ലേ? കേസ് കൊടുത്താൽ കോമ്പൻസേഷൻ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. ഓ അങ്ങനെയാണ്. ടോർട്ടിൽ നമ്മൾ കോമ്പൻസേഷന് വേണ്ടിയിട്ടാണ് കേസ് ഫയൽ ചെയ്യുന്നത്. അതാണ് ഞാൻ മാം ആദ്യം പറഞ്ഞു പറഞ്ഞത്. ഇത് ക്രൈം ആവും പറഞ്ഞു. അത് ക്രൈമിൽ ഫയൽ ചെയ്യണം. നിങ്ങൾക്ക് അയാളുടെ എതിരെ എന്തെങ്കിലും പണിഷ്മെന്റ് ആണ് വേണ്ടെങ്കിൽ ക്രൈമിലാണ് ഫയൽ ചെയ്യേണ്ടത്. ടോർട്ടിൽ ഫയൽ ചെയ്താൽ കോമ്പൻസേഷൻ മാത്രമേ കിട്ടുള്ളൂ. നിങ്ങൾക്ക് അയാളെ എന്നെ ഡിഫേം ചെയ്തു, എന്റെ അത്രയും ഒരു നല്ലൊരു ഇമേജ് അയാളെ കളഞ്ഞു, അയാളെ പണിഷ് ചെയ്യാണ് വേണ്ടത്. എനിക്ക് പൈസയല്ല വേണ്ട, അയാളെ പണിഷ് ചെയ്യുന്നു വേണ്ടത്. അയാൾക്കെതിരെ എന്തെങ്കിലും നടപടി എടുക്കണം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ക്രൈമിലാണ് ഫയൽ ചെയ്യുക. എനിക്ക് അതൊന്നും വേണ്ട, എനിക്ക് പൈസ മതി, പൈസ മതി. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് വലിയ പൈസയൊന്നും ഇല്ലാത്ത ആളാണ്. അപ്പൊ അയാൾക്ക് അതാണ് ബുദ്ധിമുട്ട് എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ കോമ്പൻസേഷൻ ആയിരിക്കും ചോദിക്കുക. അപ്പൊ ടോർട്ടിൽ ഫയൽ ചെയ്താൽ മതി. സംഭവം ക്ലിയർ ആയില്ലേ? ടോർട്ടിൽ കോമ്പൻസേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഡിഫമേഷൻ മാത്രം ഉണ്ടോ ഇതുവരെ പറഞ്ഞതിൽ? ടോർട്ടും ആണ് ക്രൈമും ആണെന്ന് പറയുന്നത്. ഡിഫമേഷൻ മാത്രമാണ് ടോർട്ടും ക്രൈമും. ഡിഫമേഷനിൽ ഇതിൽ 2 ടൈപ്പ് പറയുന്നുണ്ട്, ലിബലും സ്ലാൻഡറും. ഇത് MCQs ചോദിക്കുന്ന ഒരു സംഭവം കേട്ടോ, ലിബലും സ്ലാൻഡറും. ലിബൽ റിട്ടൺ ആണ്. റിട്ടൺ ആകുമ്പോൾ ആക്ഷനബിൾ പെർസീവ് ഡാമേജ് ടു ബി പ്രൂവൺ. സ്ലാൻഡർ എന്ന് പറഞ്ഞാൽ പറഞ്ഞു പോകുന്നതാണ്. അത് പെർമനന്റ് അല്ല, അവിടെ എവിടെയും റെക്കോർഡ് ചെയ്ത ഒരു സാധനമല്ല. അതുകൊണ്ട് അത് തെളിയിക്കാൻ എന്തെങ്കിലും പ്രൂഫ് വേണം. ലിബൽ എന്ന് പറയുമ്പോൾ റിട്ടൺ ആണ്, ആക്ഷനബിൾ പെർസീവ്. അതിന് വേറെ പ്രൂഫിനൊന്നും ആവശ്യമില്ല. ഇപ്പം അല്ലെങ്കിൽ ഇപ്പം സോഷ്യൽ മീഡിയയിൽ പറഞ്ഞതാണെങ്കിൽ ലിബലായിരിക്കും, കാരണം അത് പെർമനന്റ് ആണ്. ഡിലീറ്റ് ചെയ്താലും അതിന് മുൻപ് ആരെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തെളിവാണല്ലോ. ഇതിൽ ചോദിക്കുന്ന ചോദ്യം സ്ലാൻഡർ സ്പോക്കൺ ആണോ റിട്ടൺ ആണോ ചോദിക്കും. അപ്പൊ എസ് വെച്ച് തന്നെ പഠിക്കുക. എസ് സ്പോക്കൺ, സ്ലാൻഡർ എസ് ആണ്, സ്പോക്കൺ എസ്, അത് ഓർത്താൽ മതി. ലിബൽ എന്ന് വെച്ചാൽ റിട്ടൺ. ഇപ്പം ലിറ്ററേറ്റ് അങ്ങനെ എന്തെങ്കിലും ഓർത്താൽ മതി. റിട്ടൺ എഴുതിയ. ലിബല് പെർമനന്റ് ആണ്. സ്ലാൻഡർ ഇപ്പൊ ഞാന് നമുക്കൊരു എക്സാമ്പിൾ കുടുംബശ്രീ എടുക്കാം. കുടുംബശ്രീയിലാണല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. കുടുംബശ്രീയിൽ ഇപ്പൊ 3 പേരുണ്ട് വിചാരിക്കും. ഞാന് ഞാന് എൻ്റെ ഫ്രണ്ടിനെ ഡിഫെയിം ചെയ്യാണ്. വേറെ ഒരാളും ഉണ്ട്. ഡിഫമേഷനിൽ അത് വേറെ ഒരു സംഭവം കേട്ടോ. ഡിഫമേഷനിൽ ഞാനും 2 പേര് മാത്രമാണ് ഞാൻ മറ്റേ ആളെ ഡിഫെയിം ചെയ്യുന്നത് എന്ന് പറയാൻ പറ്റില്ല. ഇത് കാണാനും കേൾക്കാനും ഏതെങ്കിലും മറ്റൊരാൾ വേണം, തേർഡ് പാർട്ടി വേണം, എന്നാലേ അത് ഡിഫമേഷൻ ആവുള്ളൂ. എന്നെ കുറിച്ച് എന്തെങ്കിലും വേറെ ഒരാൾ എൻ്റെ മുഖത്ത് നോക്കി പറയാനോ ചുറ്റിലും വേറെ ആരും ഇല്ലെങ്കിൽ അത് ഡിഫമേഷൻ അല്ല. മറ്റൊരാളുടെ മുന്നിൽ വെച്ച് എന്നെ അപകീർത്തിപ്പെടുത്തുകയാണ്. എന്നോട് പറയുമ്പോൾ എനിക്കത് അപകീർത്തിയാവുന്നില്ല എന്നാണ് പറയുന്നത്. മറ്റൊരാളുടെ മുന്നിൽ വെച്ചിട്ട് എന്നെ ഡിഫെയിം ചെയ്യുകയാണെങ്കിൽ, എന്നെ അപകീർത്തിപ്പെടുത്തുകയാണെങ്കിൽ മാത്രമാണ് അത് ഡിഫമേഷൻ ആവുന്നത്. അപ്പൊ തേർഡ് പാർട്ടി എന്തായാലും ഉണ്ടാവണം ഡിഫമേഷന്റെ. ലിബലും സ്ലാൻഡറും ആണ്. ലിബൽ എന്ന് വെച്ചാൽ പെർമനന്റ് ആണ്, ഇനി വേറെ തെളിയിക്കാൻ മാത്രം തെളിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് പെർമനന്റ് ആണ്. റിട്ടേൺ ആണ്. സ്ലാൻഡർ എന്ന് പറഞ്ഞാൽ ചിലപ്പം ഇങ്ങനെ പറഞ്ഞു പോയതായിരിക്കും, എവിടെയും റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ല. ഡാമേജ് വന്നിട്ടുണ്ടെന്ന് പ്രൂവ് ചെയ്യേണ്ടി വരും, കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇപ്പൊ ഒന്നും ബുദ്ധിമുട്ടല്ല. ഇപ്പൊ സ്ലാൻഡർ കുറവായിരിക്കും. ഇപ്പൊ എന്ത് വന്നാലും പെട്ടെന്ന് മൊബൈൽ ഫോൺ എടുത്ത് വീഡിയോ എടുക്കുന്ന ആൾക്കാരാണ്. അപ്പം ലിബൽ തന്നെ ആവാനാണ് ചാൻസ്. ഇനിയിപ്പോ സ്ലാൻഡർ ഒന്നും ഉണ്ടാവാൻ ചാൻസ് കുറവാണ്.
ഡിഫമേഷൻ പ്രൊട്ടക്ട്സ് പ്രോപ്പർട്ടി, ബോഡി, റെപ്യൂട്ടേഷൻ, പൊസഷൻ. എന്താണ് പ്രോപ്പർട്ടിനൊക്കെ ഒരാൾ ഡിഫെൻഡ് ചെയ്യും. നിങ്ങൾക്ക് അവിടെ ബോഡി എന്ന് പറയുന്ന ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ടോ? ഇല്ലല്ലോ. ആൻസർ റെപ്യൂട്ടേഷൻ ആണ് കേട്ടോ. ഡിഫമേഷൻ റെപ്യൂട്ടേഷനെയാണ് എഫക്ട് ചെയ്യുന്നത്. എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് ഡിഫമേഷൻ ഇൻക്ലൂഡ് ഇന്റൻഷൻ ഒരിക്കലും അല്ല. പബ്ലിക്കേഷൻ ടു തേർഡ് പാർട്ടി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂന്നാമതൊരാൾ ഉണ്ടാവണം. എന്നെ ഡിഫെയിം ചെയ്യുന്നത് കാണാനും കേൾക്കാനും മൂന്നാമതൊരാൾ ഉണ്ടാവണം. ഇല്ലെങ്കിൽ അത് ഡിഫമേഷൻ ആവുന്നില്ല. ഫിസിക്കൽ ഇഞ്ചുറി അല്ല ഡിഫമേഷൻ, എസ്കേപ്പ് അതൊന്നുമല്ല. പബ്ലിക്കേഷൻ ടു തേർഡ് പാർട്ടി, വേറൊരാൾ ഉണ്ടാവണം. രണ്ടുപേര് മാത്രം തമ്മിൽ ഡിഫെയിം ചെയ്യുന്നതായിട്ട് പറയാൻ പറ്റില്ല. വേറെ ഒരാൾ ഉണ്ടാവണം എന്നെ ഡിഫെയിം ചെയ്യുന്നത് കേൾക്കാൻ അല്ലെങ്കിൽ കാണാൻ, അറിയാൻ. പബ്ലിക്കേഷൻ ടു തേർഡ് പാർട്ടി അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി libel differs from slander because libel is written and permanent. libel spoken അല്ല, ടെമ്പററി അല്ല. ടെമ്പററി സ്ലാൻഡർ ആണ്. കാരണം അതെവിടെയും റെക്കോർഡ് ചെയ്യപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അതിന് പ്രൂഫ് വേണ്ടത്. ഡാമേജ് വന്നിട്ടുണ്ടെന്ന് പ്രൂഫ് വേണ്ടത്. അപ്പൊ നോക്കിയേ, എ, ബി, ഡി പറയുന്നത് സ്ലാൻഡറിനെ പറ്റിയാണ്. സി മാത്രമേ ലിബലിനെ പറ്റി പറയുന്നുള്ളൂ. ഇതൊക്കെ ചോദിക്കും. Slander is actionable per se when it imputes crime. Which is an Indian defamation case. കേസ് നോട്ട് ചെയ്താൽ മതി. ഓപ്ഷൻ ബി ആണ്, രാം ജെത്മലാനി വേഴ്സസ് സുബ്രഹ്മണ്യൻ സ്വാമി. ഇന്ത്യൻ ഡിഫമേഷൻ കേസ്. ഓപ്ഷൻ ബി നോട്ട് ചെയ്യട്ടോ. നോട്ട് ചെയ്യുന്നവര് രാം ജെത്മലാനി വേഴ്സസ് സുബ്രഹ്മണ്യൻ സ്വാമി. ഓപ്ഷൻ ബി ഇന്ത്യൻ ഡിഫമേഷൻ കേസ്. അങ്ങനെ നോട്ട് ചെയ്താൽ മതി. ചോദിക്കാൻ ചാൻസ് കുറവാണ്. ചോദിച്ചിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഈ കേസ്. ഞാൻ എഴുതിയതിന് ശേഷം ഈ കേസ് ചോദിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. ഞാൻ ചെയ്ത പ്രീവിയസ് ഇയറിൽ കണ്ടിട്ടില്ല. ട്രെസ്പാസ്. ട്രെസ്പാസ് എന്ന് വെച്ചാൽ ഇന്റർഫിയർ ചെയ്യില്ല. എൻ്റെ ലാൻഡിൽ അല്ലെങ്കിൽ എൻ്റെ പ്രോപ്പർട്ടിയിൽ ഒരാൾ അനധികൃതമായി കയ്യേറുന്നതിനാണ് നമ്മൾ ട്രെസ്പാസ് എന്ന് പറയുന്നത്. എൻ്റെ പറമ്പിൽ വന്ന് വേറൊരാൾ എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ തേങ്ങ മോഷ്ടിച്ചു. തെഫ്റ്റും ട്രെസ്പാസും ഒക്കെ വരൂ. ട്രെസ്പാസ്ഡ് പേഴ്സണും ട്രെസ്പാസ്ഡ് പ്രോപ്പർട്ടിയും ഉണ്ട്. ട്രെസ്പാസ്ഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ എൻ്റെ ബോഡിയിനെയാണ് അവിടെ ട്രെസ്പാസ് ചെയ്യുന്നത്. എസോൾട്ട് ബാറ്ററി തമ്മിലുള്ള ഡിഫറൻസ് MCQസിൽ ചോദിക്കാറുണ്ട് കേട്ടോ. എസോൾട്ട് എന്ന് പറഞ്ഞാൽ എന്നെ ഒന്ന് പേടിപ്പിച്ചാൽ മതി. എസോൾട്ട് കൈ ഓങ്ങി, നിങ്ങൾ പെട്ടെന്ന്, ഞാൻ പ്രതീക്ഷിക്കാതെ എന്നെ അടിക്കാൻ കൈ ഓങ്ങാണ്, അപ്പൊ എന്നെ അസോൾട്ട് ചെയ്യാണ്, എനിക്ക് പേടിയാ വരുന്നത്. ബാറ്ററി എന്ന് വെച്ചാൽ ആക്ച്വൽ ഫോഴ്സ്, എന്നെ അടിച്ചു, അതാണ് ബാറ്ററി. അസോൾട്ട് എന്ന് വെച്ചാൽ എനിക്ക് ആ ഒരു പേടി ഉണ്ടായാൽ മതി, അങ്ങനെയാണ് അസോൾട്ട്. ഫോൾസ് ഇംപ്രിസൺമെന്റ് എന്ന് വെച്ചാൽ അൺലോഫുൾ റെസ്ട്രെയിൻഡ് ടോട്ടൽ ക്ലാസ്സില് ഒരാളേ ഉള്ളൂ. കുഴപ്പമില്ല, ഒരാളെങ്കിലും ഒരാൾ. പിന്നെ അജ്മൽ എന്ന് പറഞ്ഞിട്ട് ഒരു ആളും കൂടെ. സ്റ്റുഡന്റ് അല്ല. സോറി. ഒരു മണിക്കൂർ കഴിഞ്ഞോണ്ടാണോ? കഴിഞ്ഞില്ലേ? അറിയില്ല. മടുത്തോ? മടുത്തിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലേ? എനിക്ക് ഒരാൾക്ക് വേണ്ടി മാത്രം പറയാതുകൊണ്ടാണ്. എനിക്ക് PDF കിട്ടുമല്ലോ അല്ലെ? എന്നാ പിന്നെ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാത്രം പറഞ്ഞാൽ മതി. ഓടിച്ച് പറഞ്ഞുതരോ, അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാത്രം പറഞ്ഞാൽ മതി. കാരണം ഞാൻ മാത്രമല്ലേ ഉള്ളൂ ഇവിടെ. ട്രെസ്പാസ് രണ്ടുപേരാണ്, ട്രെസ്പാസ്ഡ് പേഴ്സണും
പ്രോപ്പർട്ടിയും. പേഴ്സൺ എന്ന് പറയുമ്പോൾ അസോൾട്ടും ബാറ്ററിയും ഫോൾസ് ഇംപ്രസൺമെന്റ് മാത്രമാണ്. ഫോൾസ് ഇംപ്രസൺമെന്റ് എന്ന് പറഞ്ഞാൽ റെസ്ട്രെയിൻറ്റ്, ഒരു ഭാഗത്തേക്ക് എന്നെ പോകാൻ സമ്മതിക്കുന്നില്ല. ടോട്ടൽ കൺഫൈൻമെന്റ് എന്ന് വെച്ചാൽ എന്നെ ഒരു മുറിയിൽ ലോക്ക് ചെയ്തു. മറ്റേത് ഓഡിറ്റോറിയത്തിൽ 2 ഡോർ ഉണ്ട്, എന്നോട് ഫ്രണ്ടിലത്തെ ഡോറിലൂടെ പോവണ്ടെന്ന് പറയുകയാണെങ്കിൽ അത് റെസ്ട്രെയിൻഡ് ആണ്. ടോട്ടൽ കൺഫൈൻമെന്റ് വരുമ്പോഴാണ് അവിടെ ടോട്ടൽ റെസ്ട്രെയിൻ വരുമ്പോഴാണ് എന്നെ ഒരു റൂമിൽ മൊത്തത്തിൽ അടച്ചിട്ടിരിക്കുകയാണ്, എനിക്ക് പോകാൻ വേറെ ഒരു വഴിയില്ല. അതിന്റെ ഒരു ഡിഫറൻസ് ചോദിക്കാറുണ്ട്. ട്രെസ്പാസ് ടു ലാൻഡ് എന്ന് പറയുമ്പോൾ വിതൗട്ട് പെർമിഷൻ, എൻ്റെ പെർമിഷൻ ഇല്ലാതെ ഒരാൾ എൻ്റെ ഭൂമിയിൽ കയറുകയാണ്, അതാണ് ട്രെസ്പാസ് ടു ലാൻഡ്. ഗുഡ്സ് എന്ന് പറയുമ്പം അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈൻ ആണോ കിട്ടുക, അതോ നമ്മളെ പിടിച്ചുള്ളിലിടുമോ? ടോർട്ടിൽ ഫൈൻ മാത്രമേ ഉള്ളൂ, കോമ്പൻസേഷൻ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ അങ്ങനത്തെ ഓർഡേഴ്സ് മാത്രമേ ഉള്ളൂ. താൽക്കാലികമായിട്ടുള്ള നിർത്തിവെക്കാൻ പറയാം, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുള്ളൂ. മെയിൻലി ഡാമേജസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടോർട്ടിൽ കേസ് ഫയൽ ചെയ്യുക. അത് മാത്രം ഓർത്താൽ മതി. എന്തെങ്കിലും പൈസയോ അല്ലാതെ ഉള്ളതോ നഷ്ടപ്പെട്ടു കഴിഞ്ഞാലല്ലേ? എന്താ? നമ്മുടെ പൈസയോ അല്ലാതെയുള്ള നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ട് കഴിഞ്ഞാലല്ലേ? അല്ലാതെ നമുക്ക് വല്ല ഇഞ്ചുറി അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് ക്രൈമിലല്ലേ പെടുക? ഇവിടെ ഇഞ്ചുറി എന്ന് പറയുന്നത് നമ്മുടെ റൈറ്റിനെയാണ് ഇഞ്ചുറി ചെയ്യുന്നത്. ഓക്കെ. നമ്മുടെ ഇതിപ്പോ അസോൾട്ട് ബാറ്ററി ഒക്കെ നിങ്ങൾക്ക് ട്രസ്പാസിൽ വരുന്നത്. ഇഞ്ചുറി ഉണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിച്ചാലും ടോർട്ടിൽ കോമ്പൻസേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫയൽ ചെയ്യുന്നത്. അത് മാത്രം ഓർത്താൽ മതി. പണിഷ് ഓക്കെ. ചെയ്യാൻ പറയുന്നില്ല. അപ്പുറത്ത് നിൽക്കുന്ന ആളെ പണിഷ് ചെയ്യുകയാണെങ്കിൽ ക്രൈമിലാണ് അത് പണിഷ്മെന്റ് വരുന്നത്. ടോർട്ടിൽ പണിഷ്മെന്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. എന്നൊരാൾ ഡിഫെയിം ചെയ്താൽ അയാളെ പണിഷ് ചെയ്യാണ്, അതാണ് എനിക്ക് വേണ്ടതെങ്കിൽ ഞാൻ ക്രൈമിലാണ് ഫയൽ ചെയ്യേണ്ടത്. ടോർട്ട് എന്ന് പറയുന്നത് ഒരു സിവിൽ റോങ് ആണ്. അതിൽ കോമ്പൻസേഷൻ കൊണ്ട് ഒത്തുതീർപ്പാക്കുകയാണ് സംഭവം, അല്ലാതെ വലിയ പണിഷ്മെന്റും കാര്യങ്ങളൊന്നുമില്ല. ടോർട്ട് ചെറിയൊരു സംഭവമാണ്, അത്രയേ ഉള്ളൂ. ഇനി ലയബിലിറ്റീസ് ആണ്. സ്ട്രിക്ട് ലയബിലിറ്റി, ആബ്സല്യൂട്ട് ലയബിലിറ്റി. ഇതിന്റെ കേസ് ലോ മാത്രം എഴുതി വെച്ചോ. റൈലൻസ് വേഴ്സസ് ഫ്ലെച്ചർ, സ്ട്രിക്ട് ലയബിലിറ്റി കേസ് ലോ. സ്ട്രിക്ട് ലയബിലിറ്റിന്റെ കേസ് ലോ ഏതാന്ന് ചോദിച്ചാൽ റൈലൻസ് വേഴ്സസ് ഫ്ലെച്ചർ. മാം, ഞാൻ മാത്രമല്ലല്ലോ, അപ്പൊ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലേ? എനിക്ക് മാത്രം വേണ്ടി പറയണ്ടേ? അല്ല, റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഈ ഞാൻ പറയണൊക്കെ റെക്കോർഡിൽ വരുമോ? അല്ല, യൂട്യൂബിൽ ഇല്ലേ? അയ്യോ, അത് കണ്ടില്ല? വേണ്ടേ? അത് കുഴപ്പമില്ല, ഞാൻ പറയുന്നതെല്ലാം പോകുന്നില്ലേ? അപ്പൊ മാം ഇത് ഇടണ്ട കേട്ടോ, ഇത് പോസ്റ്റ് ചെയ്യണ്ട. അയ്യോ, ശരി. എനിക്ക് അതെന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. പറയണേ അജ്മലിനോട് പറഞ്ഞോ. എന്താ? അജ്മലിനോട് പറഞ്ഞോ, ഞാൻ ഇതുമായിട്ടൊരു ബന്ധമില്ല. അജ്മൽ സാർ പോസ്റ്റ് ചെയ്യരുത് കേട്ടോ. ഇവിടെ നിർത്തിയാലോ? ആ മാം, അപ്പൊ മാം ഒന്ന് വൈൻഡപ്പ് ചെയ്തിട്ട്. സാരമില്ല, എല്ലാരും പറഞ്ഞാ പോകുന്നുണ്ടല്ലോ. അത് ശരിയാണ്. അല്ല മാം, ഇത് പുറത്തുള്ള ആളുകൾ കേൾക്കുമ്പോ ഇത് മാത്രം പോസ്റ്റ് ചെയ്യണ്ട. മാമിന് പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്തോളാം, അല്ലാതെ വേണ്ട. ഞാനല്ല ചെയ്യുന്നത്. ആ സാർ എടുത്ത് സാറൊന്നും പറയാത്ത മ്യൂട്ടാണല്ലോ. പോയോ? എനിക്ക് വന്ന് സ്ട്രിക്ട് ലയബിലിറ്റി തൊട്ട് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ആ മാം, അതാ നല്ല. ഞാൻ മാത്രല്ലേല്ലോ, അപ്പൊ പിന്നെ എന്തായാലും ഇല്ലേലും പിന്നെ ഇത് ഫുള്ള് ഇങ്ങനെ ജസ്റ്റ് അങ്ങനെ പറഞ്ഞിട്ട് ഇന്നത്തെ ടോർട്ട് കഴിഞ്ഞു പറഞ്ഞു. ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് നാളെ വീണ്ടും എടുക്കണം. നമുക്ക് ഇവിടെ വെച്ച് നിർത്താം, അതാ നല്ലത്. അതെ. ഞാൻ പോയിന്റ്സ് അയക്കാം കേട്ടോ. ഞാൻ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് ഇതിന് ആവശ്യമുള്ള മാത്രമായിട്ട്
അതാകുമ്പോ അത് നോക്കിയാൽ നിങ്ങൾക്ക് മാമിന്റെ നമ്പർ ഗ്രൂപ്പിലുണ്ടോ? മാമിന്റെ പേരെന്താ? എനിക്ക് കുറച്ച് കോളേജിനെ പറ്റിയുള്ള ഡൗട്ട് ഒക്കെ ചോദിക്കാനുണ്ട്, അതാണ്. എന്റെ പേര് മൃദുല. ഗ്രൂപ്പിൽ ഉണ്ടാവുംല്ലേ? ഞാൻ ആ ഗ്രൂപ്പിൽ ഇല്ലാന്നാ തോന്നുന്നത്. ആ ഓക്കെ, കുഴപ്പമില്ല. കോളേജിന്റെ ഡൗട്ട് ചോദിക്കാനാ? അല്ല മാം, കോളേജിനെ പറ്റി ലൈക്ക് ഹോസ്റ്റലൊക്കെ എങ്ങനെ എല്ലാവർക്കും കിട്ടുമോ അങ്ങനെയുള്ളത് ചോദിക്കാനാ. ഹോസ്റ്റല് ദൂരം നോക്കിയിട്ടാണ് ഹോസ്റ്റൽ കൊടുക്കുന്നത്. പാലക്കാടൊക്കെ ഉള്ളവർക്ക് കിട്ടുമോ? പാലക്കാട് കിട്ടുമായിരിക്കും. അതില് അല്ല, എല്ലാ ഗവൺമെന്റ് ലോ കോളേജിലും കിട്ടുമെന്ന് അറിയില്ല കേട്ടോ. അല്ല തൃശ്ശൂരൊന്നും ഹോസ്റ്റൽ അല്ല, ഇല്ല. ഞാൻ കോഴിക്കോടാ ചോദിച്ചത്. കോഴിക്കോടല്ലേ? കോഴിക്കോട് കിട്ടുമായിരിക്കും, അറിയില്ല കേട്ടോ. അവൈലബിൾ ആണെങ്കിൽ. ദൂരമല്ലേ പാലക്കാടൊക്കെ, അപ്പോൾ കിട്ടേണ്ടതാണ്. ഉറപ്പ് ഞാൻ പറയില്ല കേട്ടോ. ഒരുപാട് നിങ്ങള് പേര് പുറത്താണോ? ഏ നിങ്ങൾ പുറത്താണോ നിക്കണ? അല്ല, ഞാന് ഡേ സ്കോളറാണ്. ഓ, അതുകൊണ്ടാണ് ഇതിനെ പറ്റി അറിയാം. ഞാൻ ഹോസ്റ്റലർ അല്ല. ഫീസ് ഒക്കെ എങ്ങനെയാ മാം അവിടെ? റെക്കോർഡിങ് സ്റ്റോപ്പ് ചെയ്തിട്ട് സംസാരിച്ചാൽ മതി. ഒരു മിനിറ്റ്. ഫീസ് ഗവൺമെന്റ് ലോ കോളേജസിൽ കുറവാണ് കേട്ടോ. പ്രൈവറ്റിൽ ഉണ്ടാവും. ഇ ഗ്രാൻസ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഒന്നും നോക്കണ്ട. അത് പറഞ്ഞ എന്താണ് ഈ ട്രാൻസ്ഫർ? ഇ ഗ്രാൻസ് സ്കോളർഷിപ്പ് പോലെ എമൗണ്ട് നമ്മൾ ഒന്നും കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. എലിജിബിൾ ആണെങ്കിലോ കേട്ടോ. അതിന് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്, അത് സെർച്ച് ചെയ്താൽ കിട്ടും. അതെന്തായാലും എൻട്രൻസിൽ നല്ല സ്കോർ ചെയ്യണോ? ഗവൺമെന്റ് ലോ കോളേജിൽ സീറ്റ് കിട്ടിയാൽ മതിയോ? ഇൻകം ഒക്കെ മാറ്റർ ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ. അല്ലാതെ റെക്കോർഡിങ് സ്റ്റോപ്പ് ചെയ്തിട്ടില്ലല്ലോ. മാം ഇത് പോസ്റ്റ് ചെയ്യണ്ട കേട്ടോ. ഇത് ആരോടാ പറയണ്ടേ? പറയണ്ടാണ്, ഞാനൊന്ന് വിളിച്ച് നോക്കട്ടെ, ഒരു മിനിറ്റ്. ലീവ് ചെയ്തോളൂ, ക്ലാസ് എന്തായാലും കഴിഞ്ഞല്ല. നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. നമ്പർ എങ്ങനെ ഞാൻ നോക്കട്ടെ, തരാൻ പറ്റുമെന്ന്. ഗ്രൂപ്പിൽ അയക്കാൻ പറ്റും. ഓക്കെ മാം, താങ്ക് യു. അപ്പോൾ ഇതിൻ്റെ പോയിന്റ്സ് മാത്രമായിട്ട് ഞാനൊന്ന് അയച്ചുതരാം. ഓ, ഇതെല്ലാം കൂടി കുറച്ച് കൂടുതലാണ് എന്നറിയാം. അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്.